എന്തായാലും കുറെ കാലമായിട്ട് നമ്മുടെ ഓഡിയൻസ് എല്ലാം പറയുന്ന കാര്യമാണ് നിതീഷ് നാരായണനെ കൊണ്ടുവന്ന് നിങ്ങൾ എന്തുകൊണ്ട് കണ്ടന്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം. അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് നിതീഷ് നാരായണനെ കൈയോടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പരിശ്രമിക്കാതിരുന്നിട്ടില്ല, നമ്മൾ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ഈ പുള്ളി ഭയങ്കര ബിസി ഗൈയാണ്. ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായി നിൽക്കുന്ന ഒരാളാണ്. നമ്മളെപ്പോലെ ഈ ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെക്കാളും യഥാർത്ഥത്തിൽ കളത്തിലിറങ്ങി പണിയെടുക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് പുള്ളിയുടെ സ്കെഡ്യൂൾ ഇത്തിരി ബിസി ആയിരുന്നു. അപ്പം ഇവൻച്വലി കറങ്ങി തിരിഞ്ഞ് നമുക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ ലോകകപ്പ് നടക്കുന്ന സമയമാണ്. അതിൽ ആഫ്രിക്കൻ ടീംസ് ഒന്നിനൊന്നിന് മെച്ചമായിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. ഈ നമ്മൾ വമ്പന്മാരെന്ന് വിചാരിക്കുന്ന പല യൂറോപ്യൻ ടീംസും ആഫ്രിക്കൻ ടീംസിന് മുമ്പിൽ മുട്ടുകൊടുക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുകയാണ്. ഇന്നലെ തന്നെ ഇംഗ്ലണ്ടിനെതിരെയുള്ള കളിയിൽ ഒരു ഗോളിന് ലീഡ് പിടിച്ചതിന് ശേഷം ഏറ്റവും അവസാനമാണ് ഇംഗ്ലണ്ട് തിരിച്ചത്. അപ്പൊ നമ്മള് ഈ മുമ്പ് കണ്ടിരുന്ന ആഫ്രിക്കൻ ടീംസ് ഷുവർ ഷോട്ടായിട്ട് ഇവരുടെ മേലെ യൂറോപ്യൻ ടീംസും സൗത്ത് അമേരിക്കൻ ടീംസും ആധിപത്യം സ്ഥാപിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന് കണ്ടിരുന്ന ആഫ്രിക്കൻ ടീംസ് ഒന്നും ഇന്നില്ല. അവരൊക്കെ ഇപ്പൊ വേറെ ലെവലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഒരു ചിന്ത വന്നത്. ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രസക്തി കൂടിയുണ്ട്. ഈ യൂറോപ്യൻ ടീംസിന്റെ മേലെ ആഫ്രിക്കൻ ടീംസ് ഇത്രയധികം ഒരു പ്രതിരോധം തീർക്കുന്നു, അവരുടെ മേലെ ആധിപത്യം സ്ഥാപിക്കാനാകുന്നു എന്ന് പറയുന്നത് വളരെയധികം രാഷ്ട്രീയ പ്രസക്തിയുള്ള ഒരു സംഭവം കൂടിയാണ്. എൻ്റെ ഒരു വലിയ ചരിത്രമുണ്ട്, ഈ ആഫ്രിക്കയുടെ ചരിത്രം, യൂറോപ്യൻ കൊളോണിയലിസത്തിന്റെ ചരിത്രം, അതിനെതിരെയുള്ള പ്രതിരോധത്തിന്റെ ചരിത്രം. പലരും വിചാരിക്കുക വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ പണ്ട് നടന്ന എന്തൊക്കെയോ സംഭവങ്ങളാണ്. ബ്രിട്ടീഷുകാരും അവരൊക്കെ വന്നു, പിന്നെ അവർ കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവര് സ്വാതന്ത്ര്യം തന്നിട്ട് അങ്ങ് പോയി എന്ന് പറയുന്ന രീതിയിലാണ്. അങ്ങനെയൊന്നും അല്ല ഇതിന്റെ ഒരു യഥാർത്ഥത്തിലുള്ള വശം എന്ന് പറയുന്നത്. നിരന്തരം അവരുടെ ഒരു പ്രസൻസ് ഇത്തരം മേഖലകൾ ഈ ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു. അവർ നിരന്തരം അവിടുത്തെ റിസോഴ്സസും മനുഷ്യരെയും ചൂഷണം ചെയ്യാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശ്രമമാണ്, അതിന്റെ ഒരു ചരിത്രമുണ്ട്. ആ ഒരു പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് അതിനെ പ്രതിരോധിക്കാനായിട്ട് ആഫ്രിക്കയിൽ നിന്ന് തന്നെയുള്ള ശക്തമായിട്ടുള്ള പോരാളികൾ വന്നിട്ടുണ്ട്. അവരെ കുറിച്ചിട്ട് ഉള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് എന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ നിതീഷ്? ഇല്ല, എനിക്ക് തോന്നുന്നു ഇത് തന്നെ വലിയൊരു ക്യാൻവാസ് ആയിട്ട് മാറും. എന്നുവെച്ചാൽ അത് ഓരോ ആഫ്രിക്കൻ രാജ്യത്തിനെയും കുറിച്ചിട്ട് സംസാരിക്കുക എന്നുള്ളതിന്റെ അപ്പുറത്ത് എനിക്ക് തോന്നുന്നു കുറെ കൂടി നമുക്ക് കുറെ കൂടി കാഴ്ചപ്പാടുകൾ ഇന്നത്തെ നമ്മൾ ജീവിക്കുന്ന ലോകത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ, നമ്മൾ ജീവിച്ച വഴികളെ കുറിച്ച് മനസ്സിലാക്കാനൊക്കെ ഉള്ള കുറെ അവസരങ്ങൾ ഇത് തുറക്കും എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അതിലേക്ക് അത് പോവാ, അത് ആഫ്രിക്ക മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതെ, ഈ ഇടയ്ക്ക് നമ്മള് ഒരു റീൽ ചെയ്തായിരുന്നു. അപ്പം നാളെയാണല്ലോ കേപ്പ് വെർദെ അർജന്റീന മത്സരം. എനിക്ക് നാളെയാണ്, നിങ്ങൾക്ക് എന്നായിരിക്കും എനിക്ക് ഓർമ്മ അറിയില്ല. നിങ്ങൾക്ക് മറ്റന്നാളാണല്ലേ? അപ്പം നോക്കട്ടെ, ഇന്ന് വെനസ്ഡേ ആണല്ലേ? അല്ല, ഇന്ന് തേഴ്സ്ഡേ. അപ്പൊ നാളെയാണ് എനിക്കത് കറക്റ്റാ. അപ്പം ഈ കേപ്പ് വെർദെ മത്സരത്തില് നമുക്ക് ഒരു മാനസിക സംഘർഷം ഉണ്ടായി. അത് ഉണ്ടാവാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ബിജു മോഹന്റെ ചാനലിൽ വന്നിട്ട് ഈ കേപ്പ് വെർദെയുടെ ചരിത്രമൊക്കെ എടുത്തിട്ട് ഭയങ്കര വിശദമായിട്ട് വിശദീകരിച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പം നമുക്ക് ഒരു മാനസിക സംഘർഷമാണ്. അത് നമുക്കൊരു ഉത്തരവില്ല, കൃത്യമായിട്ട് ഉത്തരം കിട്ടുന്ന കാര്യം. നമ്മളെല്ലാവരും ഇവിടെ ബേസിക്കലി അർജന്റീന ഫാൻസ് ആണ്. കൂടുതൽ വ്യക്തിയുടെ ഭാഗത്ത് കൂടുതൽ ആൾക്കാർ അർജന്റീന ഫാൻസ് ആണ്. അർജന്റീന ഫാൻസിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭയങ്കര പ്രസക്തമായിട്ടുള്ള ഒരു വേൾഡ് കപ്പാണ്. കാര്യം മെസ്സിയുടെ ഒരു പക്ഷേ അവസാനത്തെ വേൾഡ് കപ്പ് ആയിരിക്കാം. ഇനി മെസ്സി കളിക്കുമെന്ന് അറിയത്തില്ല. കൊച്ചിലെ മുതലേ നമ്മൾ കണ്ടുവന്ന ഒരു ഐഡിയലാണ് ലയണൽ മെസ്സി എന്ന് പറയുന്നത്. മെസ്സിയുടെ അവസാനത്തെ വേൾഡ് കപ്പ്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രസക്തി ഉണ്ട്. അർജന്റീനയെ സംബന്ധിച്ച് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വേൾഡ് കപ്പാണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് നമ്മൾ ജയിച്ചു. ഇതും കൂടെ ജയിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഇനി ആ ഗോട്ട് ഡിബേറ്റിന് ഒരു സ്കോപ്പ് ഇല്ലാതാക്കാൻ പറ്റും. ഓൾറെഡി കഴിഞ്ഞ ഡിബേറ്റ് ആണെന്നാണ് ഞങ്ങൾ പറയുന്നത്, പക്ഷെ അവർ അംഗീകരിക്കുന്നില്ല. അവരെ കൂടി കൊണ്ട് അംഗീകാരം വാങ്ങിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഹൈപ്പിൽ നിൽക്കുന്ന സമയത്താണ് കേപ്പ് വെർദെ എന്ന് പറഞ്ഞ് കേട്ടുപോലും ഇല്ലാത്തൊരു ടീമായിട്ടാണ് നമ്മൾ നോക്കൌട്ട് സ്റ്റേജ് വരുന്നത്. ആദ്യം സന്തോഷമാണ്. ഇവരെയൊക്കെ സിമ്പിൾ ആയിട്ട് നമ്മൾ തോപ്പിക്കുമല്ലോ, കുഴപ്പമൊന്നുമില്ല, നമ്മൾ നൈസായിട്ട് തോപ്പിച്ച് മുന്നോട്ട് പോകും. ഇവര് സ്പെയിനുമായിട്ടൊക്കെ സമനില പിടിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷെ എങ്കിലും അത്ര വലിയൊരു പ്രശ്നക്കാരാവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ വീഡിയോ കാണുന്നത്. അതിൽ ഒരുമാതിരി കേപ്പ് വെർദെയുടെ ചരിത്രവും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് നമ്മളെ ആകെപ്പാടെ മാനസിക സംഘർഷത്തിലേക്ക് ആക്കി. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? കേപ്പ് വെർദെയുടെ ഒരു ബ്രീഫ് ചരിത്രം, എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജ് ഒരു ചരിത്ര പ്രസക്തമായ ഒരു സ്റ്റേജായി മാറുന്നത്? ആദ്യം ഞാനൊരു മെസ്സി ആരാധകനാണ്. അതുകൊണ്ട് ഈ പ്രയാസം നമുക്കെല്ലാം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് ചിലപ്പോ. പക്ഷേ നമ്മളതിനെ അങ്ങനെ കണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഏതൊരു ചാനൽ ഏതാന്ന് പറയാം, മീഡിയ വൺ ചാനൽ. അപ്പൊ അതിൽ ഓരോ രാജ്യത്തെയും കുറിച്ചിട്ട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്, ഫുട്ബോൾ കളിക്കുന്ന ഓരോ രാജ്യത്തെയും കുറിച്ചിട്ട്. അപ്പൊ അതില് വന്നിട്ടുള്ള ചർച്ച എന്താന്ന് വെച്ചാൽ ആദ്യത്തെ എനിക്ക് തോന്നുന്നു അർജന്റീനയെ കുറിച്ചിട്ടായിരുന്നു. ശരിക്കും വലിയ ശതമാനം മലയാളികളെ അർജന്റീന ഫാൻസിനെ സംഘർഷത്തിലാക്കിയത് ആ ചർച്ചയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരൊക്കെയോ പറയുന്നുണ്ട്. അതൊന്ന് പിന്നെ അർജന്റീന ഒരു യൂറോപ്യൻ ടീമാണ്, അതൊരു യൂറോപ്യൻ രാജ്യമാണ് എന്നാണ് അവര് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതോടുകൂടിയിട്ട് ആളുകൾക്കൊരു മൊത്തത്തിൽ പ്രയാസം. കാരണം അവരുടെ ചരിത്രം ആരംഭിക്കുന്നത് എന്താ പറയാ, ഈ കോളനിവൽക്കരിക്കാൻ വന്നവരുടെ കപ്പലിൽ നിന്നാണ്. അതിനു മുമ്പ് അവർക്ക് മറ്റു രാഷ്ട്രങ്ങളെ പോലെ ചരിത്രമൊന്നുമില്ല.
അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്തൊരു അബദ്ധമാണ് ഈ പറഞ്ഞ് നിർത്തുന്നത് എന്നുള്ളത്. നമ്മളൊരു രാജ്യം ഒരു ലോകരാഷ്ട്രീയത്തിൽ ഒരു രാജ്യത്തിന്റെ സ്ഥാനത്തെ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് ആടത്തെ ആളുകളുടെ തൊലിയുടെ നിറം നോക്കിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമിനെ എടുക്കുന്നു, ആ ഫുട്ബോൾ കളിക്കുന്ന ടീമിലെ കളിക്കാരുടെ തൊലിയുടെ നിറം നോക്കിയിട്ട് ആണോ ഒരു രാജ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്തിന്റെ ഘടനയിൽ ആ രാഷ്ട്രത്തിന് എവിടെയാണ് സ്ഥാനം എന്നുള്ളത് നോക്കിയിട്ടാണ്. യൂറോപ്യൻ രാജ്യമാണെന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? കാരണം യൂറോപ്യൻ രാജ്യമാണെന്ന് പറയുന്നത് നിങ്ങൾ ഒരു യൂറോപ്യൻ അതൊരു രാഷ്ട്രീയ സങ്കല്പമായിട്ട് മാറുന്നത് ആ യൂറോപ്പിലെ ആളുകളുടെ തൊലിയുടെ നിറത്തിന്റെ മാത്രം പ്രത്യേകത കൊണ്ടാണോ? അല്ല, അത് ലോക മുതലാളിത്തത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അത് വരുന്നത്. അതിലെ പല രാജ്യങ്ങളും നാറ്റോയുടെ ഭാഗമാണ്. ഒരു ലോകത്തെ സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള സൈനിക സഖ്യമാണ് നാറ്റോ. ഒറ്റ സൈനിക സഖ്യം മാത്രമേ ലോകത്തുള്ളൂ. അതിന്റെ ഭാഗമാണ് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ലോകത്തെ മുതലാളിത്തത്തിന്റെ നേതൃത്വമാണ്. അതെന്ന് വെച്ചാൽ ലോകത്തെ ഈ പറയുന്ന മുതലാളിത്ത രാഷ്ട്രങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് ലോകം നിലനിൽക്കുന്നത്. ലോകത്തിന്റെ സാമ്പത്തിക സംഘടനകൾ നിലനിൽക്കുന്നത്. അർജന്റീനയിൽ റൈറ്റ് വിങ് ഗവൺമെന്റ് ആയിരിക്കും ഉണ്ടാവുക, ഉള്ളത് അവിടെ റൈറ്റ് വിങ് ഗവൺമെന്റ് ആണ് ഉള്ളത്. പക്ഷെ അർജന്റീന എന്ന് പറയുന്ന രാജ്യം ലോകത്തെ മുതലാളിത്തത്തിന്റെ എല്ലാ കെടുതികളും അനുഭവിക്കുന്ന ജനത ഉള്ള സ്ഥലമാണ് അർജന്റീന. അവിടെ ഞങ്ങൾ യൂറോപ്യന്മാരാണെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അത് അർജന്റീനയിലെ എലൈറ്റ് സെക്ഷൻ ആണ്. അവിടുത്തെ ഈ പറയുന്ന ഒരു ചെറിയ എലൈറ്റ് സെക്ഷൻ ആണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറയുന്നതിന്റെ അർത്ഥം, ഇത് പറയുന്നവർ നാളെ എന്ത് പറയണമെന്ന് അറിയോ? ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്ന് പറയണം. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന് പറയുന്നതിന് തുല്യമാണ് അർജന്റീന ഒരു യൂറോപ്യൻ രാഷ്ട്രമാണ് എന്ന് പറയുന്ന അതേ വാദം. അതുകൊണ്ട് പിന്നെ ഇത് ഒരു മൂന്നാം ലോക രാജ്യമാണ്, ലോകത്തെ മൂന്നാം ലോക രാജ്യമാണ്. അതിനെ നമുക്ക് അത് ലോകത്ത് എങ്ങനെ ഏത് മനുഷ്യരാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്, ഏത് രാഷ്ട്രങ്ങളാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്, ആരാണ് ഇതിൽ ആധിപത്യം സ്ഥാപിക്കുന്നത്, ആ ആധിപത്യം സ്ഥാപിക്കുന്ന ഏതെങ്കിലും പ്രൊജക്റ്റിൽ അർജന്റീന ഉണ്ടോ? ലോകത്തിന്റെ സാമ്പത്തിക ഘടന തീരുമാനിക്കുന്നത്, ലോകത്തിന്റെ സൈനികമായിട്ട് ലോകത്തെ കീഴടക്കി നിർത്തുന്നതിൽ, ഇന്റർനാഷണൽ പൊളിറ്റിക്സ് തീരുമാനിക്കുന്നതിൽ ഒന്നും ഇല്ല. കാരണം അങ്ങനെയൊന്നും വളരാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു രാഷ്ട്രം എന്നല്ല അർജന്റീന എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൽ വലിയ അങ്ങനെ സംഘർഷം ഉണ്ടാകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഈവൻ പല ആളുകൾ ഇപ്പൊ യൂറോപ്യൻ ഫുട്ബോൾ കളിയിൽ യൂറോപ്യൻ ടീമുകളെ നമ്മുടെ ഈ ആർഗ്യുമെന്റ് ഒരു കൗണ്ടർ നമ്മൾ ഈ പറയുന്ന ഒരു മുതലാളിത്തവും ഈ പറയുന്ന യൂറോപ്യൻ ഡോമിനൻസും എല്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളതിനോട് അതേ ഭാഷയിൽ നമ്മൾ തിരിച്ചു പറയുന്നതല്ല ഈ ഫുട്ബോൾ വെച്ചിട്ടുള്ള രാഷ്ട്രീയം. നമ്മൾ പറയുന്നത് എന്താണ്? ഈ ലോകത്ത് മുതലാളിത്തം അതിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിച്ച എല്ലാ വൈകൃതങ്ങളും നോക്കുക. അത് വംശീയതയാകട്ടെ, അത് കുടിയേറുന്ന മനുഷ്യരോടുള്ള മൈഗ്രൻസിനോടുള്ള വെറുപ്പും വിദ്വേഷവും ആകട്ടെ, അത് തൊഴിലാളികളോടുള്ള വിദ്വേഷമാകട്ടെ, അതിനോടുള്ള വെറുപ്പാകട്ടെ, ഇതിനെല്ലാം തകർത്ത് കളയുകയാണ് ഈ ലോകകപ്പ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇതിനെല്ലാം അവസാനിപ്പിക്കുകയാണ്. കാരണം ലോകത്ത് കുടിയേറ്റം ഇല്ലായിരുന്നെങ്കിൽ, മനുഷ്യർ ഭൂഖണ്ഡങ്ങൾ കടന്ന് യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ, മനുഷ്യർ തൊഴിൽ തേടിയിട്ട് മനുഷ്യർ പല രാജ്യങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടില്ലായിരുന്നെങ്കിൽ, ഇന്ന് കളിക്കുന്ന പല യൂറോപ്യൻ ടീമുകളുടെയും അമേരിക്കയുടെയും പകുതിയിലധികം ആളുകൾ ഇന്ന് കളിക്കളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ലോകകപ്പിന് ഇത്രയും മനോഹരമാക്കുന്നത് നിങ്ങൾ ഈ മുതലാളിത്തം എന്തിനെല്ലാം എതിർത്തു, എന്തിനെല്ലാം തകർക്കാൻ നോക്കിയോ, എന്തിനെല്ലാം വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഒരു വിഷയമാക്കി മാറ്റിയോ, അതിനെല്ലാം പൊളിച്ചു കളയുന്നതാണ് ലോകകപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം കേരളത്തിൽ പോയി ഈ ബാനറുകളുടെ കളിയാണല്ലോ. റോഡ് സൈഡിലും വായനശാലകളില് വെയിറ്റിംഗ് ഷെഡുകളില് പറയുന്ന വാഗ്വാദങ്ങള്, പോർവിളികള് ഇതൊക്കെ നടക്കുകയാണ്. അപ്പോ അതിൽ ഒരിടത്ത് ഞാൻ കണ്ട ഒരു ബോർഡ് ഒരു സംഘപരിവാര സംഘടനയുടെ ബോർഡാണ്. ലോക ഫുട്ബോളിന്റെ കുറെ രാജ്യങ്ങളിലെ കളിക്കാര് അപ്പൊ ലോക മാമാങ്കം. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, ഈ ചങ്ങാതിമാർക്ക് അറിയാത്ത നാട്ടിൽ ഏതൊക്കെയോ മനുഷ്യരുടെ ചിത്രമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്, എന്നിട്ട് അതിനെ ആഘോഷിക്കുകയാണ്. എന്നാൽ സ്വന്തം നാട്ടിൽ ഈ വൈവിധ്യങ്ങളെ മുഴുവൻ തച്ച് തകർക്കുന്നവരാണ് ഇവരുടെ രാഷ്ട്രീയം. അതായത് സ്വന്തം നാട്ടിലെ പല ഭാഷകളും പല വൈവിധ്യങ്ങളും. കഴിഞ്ഞ ദിവസമല്ലേ കൊല്ലത്ത് ബ്രസീലിന്റെ കൊടി കെട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അയച്ചു പറ്റിയത് പച്ചക്കൊടിയാന്ന് പറഞ്ഞുകൊണ്ട്. അതെ, അത് മറ്റൊരു വൈകൃതം. ഇങ്ങനെയുള്ള വൈകൃതങ്ങളിലൂടെയാണ് സംഘപരിവാര ജീവിതം എന്നുള്ളത് കൊണ്ട് അത് നമ്മൾ അങ്ങനെ പലതും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അല്ല, ഞാൻ പറയുന്നത് ലോകത്ത് ഈ പറയുന്ന സാർവദേശീയത എന്ന് പറയുന്ന സാധനത്തെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു ഇടം കൂടിയാണ് ലോകകപ്പ് ഫുട്ബോൾ എന്നുള്ളത്. അതിൽ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കളികളും കളിക്കാരും ടീമുകളും ഒക്കെ ഉണ്ടാകും. അതിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ധാർമ്മിക പ്രതിസന്ധിയിലേക്ക് പോകേണ്ട ഒരു കാര്യമല്ല അത് എന്നുള്ളൊരു പ്രത്യേകത അതിനകത്ത് ഉണ്ട്. മറ്റൊന്ന്, ഇപ്പോ 1966 നമുക്ക് കേബോദയിലേക്ക് വരാം. അതിനു മുമ്പ് 1966 ഫുട്ബോൾ വേൾഡ് കപ്പ്, ആ വേൾഡ് കപ്പാണ് ഇംഗ്ലണ്ട് ജയിച്ച ഒരേ ഒരു വേൾഡ് കപ്പ്. പക്ഷെ അത് അർത്ഥത്തിൽ അത് വേൾഡ് കപ്പ് ആയിരുന്നില്ല, അതൊരു യൂറോപ്യൻ അമേരിക്കൻ കപ്പ് എന്നൊക്കെ ഇതിനെ പറയാം. കാരണം ആ ലോകകപ്പ് ആഫ്രിക്ക ബഹിഷ്കരിച്ചിരുന്നു. ആഫ്രിക്ക ബഹിഷ്കരിക്കാനുള്ള കാരണം ആ ലോകകപ്പിൽ ആഫ്രിക്കയ്ക്കും ഏഷ്യക്കും കൂടിയിട്ട് ഒറ്റ സ്ലോട്ടാണ് ഒരു ടീമിന് മത്സരിക്കുക. ഇത് ആഫ്രിക്ക എന്നൊരു ടീമല്ല, ആഫ്രിക്കയും ഏഷ്യയും എല്ലാം ചേർന്നിട്ട് ഒറ്റ ടീമിന് മത്സരിക്കാവുന്നല്ല. അപ്പൊ നിങ്ങളുടെ ഈ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡം അത് ബഹിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. ആ ബഹിഷ്കരിക്കാൻ അന്ന് നേതൃത്വം കൊടുക്കുന്നത് ഘാനയാണ്. ഘാനയുടെ അന്നത്തെ നേതാവ് ക്വാമെ ക്രൂമ.
ആയിരുന്നു. സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള പാൻ ആഫ്രിക്കനിസത്തെ കുറിച്ച് സംസാരിച്ചിട്ടുള്ള. ഇതിനുശേഷം അദ്ദേഹം അവിടുന്ന് പുറത്താക്കപ്പെട്ടു കേട്ടോ, ഈ ഖാന്. അപ്പൊ ആ ഖാനയുടെ നേതൃത്വത്തിലാണ് ഈ ഈ ഈ മൊബിലൈസേഷൻ നടക്കുന്നതും ആഫ്രിക്ക ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് മാറി നിൽക്കുകയും ചെയ്യുന്നത്. ആഫ്രിക്ക പങ്കെടുക്കാത്ത ലോകകപ്പാണ് ഇംഗ്ലണ്ട് ജയിച്ചത്. അപ്പൊ അത് ലോകകപ്പാണോ എന്ന് അവർ ആലോചിക്കുന്നത് നല്ലത് ആയിരിക്കും. 1980 പക്ഷെ ആ സമരം വിജയിച്ചു. അടുത്ത കൂടുതൽ ആഫ്രിക്കക്ക് ഒരു ടീമിനെ പങ്കെടുപ്പിക്കാം എന്നുള്ള നിലയിലേക്ക് വന്നു. ആഫ്രിക്കക്ക് മാത്രമേ. അപ്പോഴും ഒന്നാണ്. 1982 ആദ്യമായിട്ട് 2 ടീമുകൾ വന്നു. 2 ആഫ്രിക്കൻ ടീമുകൾ ആദ്യമായിട്ട് ലോകകപ്പിൽ പങ്കെടുക്കുന്ന 1982 അതെന്ന് വെച്ചാൽ 2 ടീമുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ചരിത്രം ആരംഭിക്കുന്ന 1982 മാത്രമാണ് ആഫ്രിക്കയിൽ. 2026 എത്തുമ്പോഴേക്കും 10 ടീമുകൾ പങ്കെടുക്കുകയും 10ൽ 9 രണ്ടാം റൗണ്ടിലേക്ക് എത്തുകയും ചെയ്യാം. 16 യൂറോപ്യൻ ടീമുകൾ പങ്കെടുത്തപ്പോൾ 13 ടീം ആണ് രണ്ടാം റൗണ്ടിലെത്തി. 3 ടീം പരാജയപ്പെട്ടു. 10 ആഫ്രിക്കൻ ടീമുകൾ എടുത്തപ്പോൾ 9 ടീമുകൾ എത്തിച്ചേർന്നു. അപ്പൊ അത് സ്വാഭാവികമായിട്ട് ആളുകളിൽ ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ആവേശമുണ്ട്. ഇപ്പൊ കേപ്പ് വെർദയെ കുറിച്ചിട്ട് ഈ ലോകകപ്പിലൂടെയാണ് ആളുകൾ അറിയുന്നത്. കേപ്പ് വെർദയുടെ പ്രത്യേകത എന്താ? കേപ്പ് വെർദയുടെ പ്രത്യേകത അവിടെ 5 ലക്ഷം മനുഷ്യരുള്ള നാടാണ് എന്നാണ് ആളുകൾ ആദ്യം ചർച്ച ചെയ്തത്. ആളുകൾ പറഞ്ഞു 5 ലക്ഷം മനുഷ്യരെ അവിടെ ഉള്ളൂ. അവിടെ നിന്നാണ് വന്നിട്ട് നമുക്ക് നമ്മൾ 140 കോടി മനുഷ്യരുണ്ടായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോഴാണ് 5 കോടി ആളുകളുള്ള ഈ സ്ഥലത്ത് നിന്ന് വന്നിട്ട്, അതും അറിയാത്തൊരു നാട്ടിൽ നിന്ന് വന്നിട്ട് ഇത് പങ്കെടുത്തത്. പക്ഷേ 5 ലക്ഷം മനുഷ്യരെ ഉള്ളൂ എന്നുള്ളതല്ല കേപ്പ് വെർദയുടെ പ്രത്യേകത. 5 ലക്ഷം ഇപ്പം ആളുകൾ, ഒരുപാട് ആളുകൾ ഉണ്ടാകണം എന്നൊന്നുമില്ല. വലിയ നേട്ടങ്ങൾ കൈവരിക്കാനും വലിയ സമ്പത്ത് ഉണ്ടാക്കാനൊന്നും അങ്ങനെയൊന്നും വേണ്ട. അല്ലെങ്കിൽ വലിയ കരുത്തുണ്ടാകാൻ വേണ്ടിയിട്ട് അത് നല്ലതായാലും മോശമായാലും അത്രയൊന്നും. ഇപ്പം 1 കോടിയിൽ താഴെ ജനങ്ങളുള്ള എത്രയോ രാഷ്ട്രങ്ങൾ ലോകത്ത് അറിയപ്പെടുന്ന രാഷ്ട്രങ്ങളായിട്ടുണ്ട്. ഇപ്പൊ സിംഗപ്പൂർ എത്രയാണ് ജനസംഖ്യയുള്ളത്, ഫിജി എത്രയാണ് ജനസംഖ്യയുള്ളത്, വളരെ വളരെ ഇപ്പൊ പോർച്ചുഗൽ പോലെയുള്ള രാഷ്ട്രങ്ങൾ വളരെ ചെറിയ ജനസംഖ്യ മാത്രമല്ലേ ഉള്ളൂ. എത്രയോ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളല്ല, യൂറോപ്യൻ രാജ്യങ്ങൾ പലതും ചെറിയ നമ്പർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജനസംഖ്യ അല്ല കേപ്പ് വെർദയുടെ പ്രത്യേകത. 5 ലക്ഷം ആളുകളെ ഉള്ളൂ എന്നുള്ളതല്ല. മറിച്ച് കേപ്പ് വെർദയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്, സ്വാതന്ത്ര്യം നേടിയിട്ട് 51 കൊല്ലം ആയിട്ടുള്ളൂ. 51 കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ അതിന് സ്വാതന്ത്ര്യം നേടിയിട്ട് എന്നുള്ള. അതായത് 51 കൊല്ലം എന്ന് പറയുമ്പോൾ തൊട്ട് പിന്നിലാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഉള്ള എത്രയോ തലമുറ സ്വതന്ത്ര മനുഷ്യരായിട്ട് ജനിച്ച് ജീവിച്ച് അവരുടെ യൗവനമൊക്കെ ജീവിച്ച് കഴിയുമ്പോഴും അടിമകളായിരുന്ന മനുഷ്യരായിരുന്നു കേപ്പ് വെർദയിലെ ജനങ്ങൾ എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ അതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നത്. അവിടെയാണ് ഈ പറയുന്ന അതിന്റെ സമര പോരാട്ടത്തെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല. ഈ പറയുന്ന ഓരോ യൂറോപ്യൻ രാജ്യങ്ങളെയും കുറിച്ചിട്ട് നമുക്കറിയാം. അമേരിക്കയിൽ നടക്കുന്ന ഓരോ ചലനവും അവിടുത്തെ ഓരോ സ്റ്റേറ്റുകളെ കുറിച്ചിട്ട് നമുക്കറിയാം. നമ്മൾ എന്തുകൊണ്ടാണ് കേപ്പ് വെർദെ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഉണ്ട് എന്ന് നമ്മൾ അറിയാതിരുന്നത്? അല്ലെങ്കിൽ ഗിനി ബിസ്വ എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ട് എന്ന് നമ്മൾ അറിയാതിരുന്നത്? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ മുന്നിലാണ് ഈ ലോകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു സാധനം വരുന്നത്. കാരണം ആരുടെ വാർത്തയാണ് ലോകം അറിയുന്നത്? ആരുടേതാണ് വാർത്ത? ആരുടെ വിശേഷമാണ് വാർത്ത? എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റാതിരുന്ന മനുഷ്യർക്ക് നടത്തേണ്ടി വരുന്ന പോരാട്ടങ്ങൾ വാർത്തയായി മാറാത്തത്? നമ്മളിപ്പോ പറയുന്നു ഇന്റർനെറ്റിന്റെ ലോകമാണ്, സോഷ്യൽ മീഡിയയുടെ ലോകമാണ്, മാധ്യമങ്ങളുടെ എന്താ പറയാ, മാധ്യമങ്ങളുടെ അതിപ്രസരമാണ്, വലിയ സാധ്യതകളാണ്. സ്റ്റിൽ നിങ്ങൾക്കറിയില്ല ഈ ലോകത്തെ. ശരി, കേപ്പ് വെർദയിൽ ആളുകൾ കുറഞ്ഞതുകൊണ്ടാണെങ്കിൽ ഇന്തോനേഷ്യയുടെ വാർത്ത നമ്മൾ അറിയുന്നുണ്ടോ? ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ രാജ്യത്തിലെ എന്തെങ്കിലും രാഷ്ട്രീയ ചലനങ്ങൾ, അവിടെയുള്ള വിഷയങ്ങൾ, അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അവർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ, അവിടുത്തെ ഏതെങ്കിലും സംസ്കാരം, അവിടുത്തെ സിനിമ, അവിടുത്തെ പാട്ട് നമ്മൾ എന്തുകൊണ്ടാണ് അറിയാത്തത്? അവിടുത്തെ സാഹിത്യം. ഇന്തോനേഷ്യയുടെ നീട്ടം അവസാനം ഞാൻ കേട്ട വാർത്ത എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും ഇസ്ലാം ഫോബിയുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങളായിരിക്കും. അതായത് അവിടെ സ്ത്രീകളെ വഴിയിലൂടെ നടന്നതിന് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളായിരിക്കും. അതല്ലാതെ ഞാൻ ഇന്തോനേഷ്യയെ കുറിച്ചിട്ട് വാർത്ത കേട്ട കാലം മറന്നു. അതായത് അവരെ അപരിഷ്കൃതരായി ചിത്രീകരിക്കാനുള്ള എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതൊരു വാർത്തയായിട്ട് മാറും. അതുകൊണ്ടാണല്ലോ ആഫ്രിക്ക അപരിഷ്കൃതരായ മനുഷ്യരുടെ നാടാക്കിയിട്ട് ചിത്രീകരിക്കുന്നത്. ഇതൊരു ഇങ്ങനെയാണ് ഈ ലോകം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലോകത്തെ ജനസംഖ്യയുടെ 4ൽ 3 ഉള്ളത് ഏഷ്യയിലും ആഫ്രിക്കയിലാണ്. എന്തുകൊണ്ടാണ് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും മനുഷ്യരുടെ വിശേഷങ്ങൾ, അവരുടെ വേദനകൾ, അവരുടെ വെല്ലുവിളികൾ ലോകത്തിന്റെ വാർത്തയായിട്ട് മാറാത്തത്? മാറുന്നില്ലല്ലോ. ഇപ്പൊ ഒരു ഒറ്റ ഉദാഹരണം, ഇന്ത്യയിൽ 1 വർഷത്തിലധികം നീണ്ട 10 ലക്ഷത്തിലധികം ആളുകൾ നേരിട്ട് പങ്കെടുത്ത വലിയൊരു സമരം നടന്നു. അത് ലോകത്തിന് വാർത്തയല്ല. ലോകത്തിലെ ഏതെങ്കിലും ആളുകൾ ഇന്ത്യയെ കുറിച്ചിട്ട് ഓർമ്മിക്കുമ്പോൾ ഈ സമരമാണോ ആളുകളുടെ മനസ്സിലേക്ക് വരിക? അല്ല. എന്നാൽ അതേസമയം ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഈ രാഷ്ട്രത്തിൽ ഒരു 100 ആളുകൾ കൂടിയിട്ട് എന്തെങ്കിലും ഒരു സമരമോ കാര്യങ്ങളോ നടത്തി കഴിഞ്ഞാൽ അത് അമേരിക്കക്ക് അല്ലെങ്കിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് അല്ലെങ്കിൽ മുതലാളിത്തത്തിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നാണെങ്കിൽ, അവരെ ന്യായീകരിക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അവിടെ കൊണ്ടുപോയി ബോംബിടാൻ വേണ്ടി പറ്റുന്ന ഒന്നാണെങ്കിൽ അത് ലോകം മുഴുവൻ വാർത്തയായിട്ട് മാറും. ഇങ്ങനെയാണ് ഈ ലോകം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആളുകൾക്ക് അതായത് നിങ്ങൾക്ക് എന്തിൽ രോഷം കൊള്ളണം എന്ന് പോലും ലോകത്തെ പഠിപ്പിക്കുന്നത് ഈ ആളുകളാണ്.
അവരാണ് ഈ തീരുമാനിക്കുന്നത് നിങ്ങൾ എന്തിൽ ഇന്ത്യയിൽ ദോഷം വന്ന് കൊള്ളണം, എന്തിൽ. ഇന്ത്യയിൽ വന്ന് ഇനി ബോംബിടാൻ സാധ്യത കുറക്കണം. നമുക്ക് ഓയിലൊന്നും ഇല്ലല്ലോ. ഓയിലുണ്ടെങ്കിലാണ് അവർ സാധാരണ ബോംബിടാൻ വരുന്നത്. ഓയിൽ ഇല്ല എന്നുള്ളതിനേക്കാൾ വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യ ഭരിക്കുന്നവർക്ക് നട്ടലില്ല എന്നുള്ളതാണ്. അത് കറക്റ്റാ, അത് സത്യം. കാരണം ഈ രാജ്യത്തേക്ക് വന്നുകൊണ്ടിരുന്ന കപ്പലിൽ ഉണ്ടായിരുന്ന 2 ചെറുപ്പക്കാരെ വെടിവെച്ച് കൊന്ന രാഷ്ട്ര തലവനെ തൊട്ട് മുന്നിൽ കിട്ടിയിട്ട് അതിന്റെ മുന്നിൽ ഒരു പൂച്ചക്കുട്ടീനെ പോലെ ഇരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ശത്രുവായി പ്രഖ്യാപിക്കപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ ധീരതയാണ്, നിലപാടാണ്. ആ നിലപാടുള്ള മനുഷ്യരെല്ലാം വേട്ടയാടപ്പെട്ടിട്ടുണ്ട്, ഇവരാൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി ആത്യന്തികമായിട്ട് അവരെ സഹായിക്കുന്നതാണെങ്കിൽ അത് നടക്കട്ടെ എന്നവർ കരുതുന്നുള്ളതാണ് ഒരു സാധനം. അതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒപ്പോസിഷൻ പാർട്ടി ആയിട്ടുള്ള കോൺഗ്രസിലെ ടീം മറ്റേ തെലങ്കാനയിലല്ലേ ഒരു സ്ട്രീറ്റ് ട്രംപ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്നത്. അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ട്രംപ് സ്ട്രീറ്റ് എന്ന് വിട്ടു, ഹിറ്റ്ലറിന്റെ പേരിൽ അവിടെ ഒരു പദ്ധതി ഉണ്ടാക്കുകയും ചെയ്തു. ഹിറ്റ്ലറും ട്രംപും ആണ് നമ്മുടെ കോൺഗ്രസിന്റെ. ഹിറ്റ്ലറിന്റെ പേരിൽ അവിടെ ഒരു പുതിയൊരു ഒരു ഗവൺമെന്റിന്റെ പദ്ധതിയുടെ പേര് ഹിറ്റ്ലറിൽ നിന്നാണ് വരുന്നത്. ഹിറ്റ്ലറിൽ നിന്നാണ് അത് ആവേശം കൊണ്ടത്, അത് എടുത്തത് എന്ന് ആണ് തെലങ്കാനയുടെ മുഖ്യമന്ത്രി പറഞ്ഞത്, രേവന്ത് റെഡ്ഡി. ഒരക്ഷരം വേണ്ടിയിട്ടില്ല കോൺഗ്രസ്, ഒരു പ്രയാസമില്ല. ലോകത്ത് ആളുകളെ കുഞ്ഞുങ്ങളെ കൊന്നു കളയുന്ന ഒരു ലോക ഭീകരന്റെ പേരിലാണ് ഒരു റോഡ് അവിടെ. അത് ട്രംപ് എനിക്ക് തോന്നുന്നു അതിന് നന്ദി പറഞ്ഞിട്ട് എന്തോ ട്വീറ്റ് ചെയ്യുകയോ മറ്റോ ചെയ്തു എന്നുള്ളതാണ് തോന്നുന്നത്. പുള്ളിക്ക് ചോദിച്ചിട്ടുണ്ടാവും. പുള്ളി അങ്ങനെ ഒരു മനുഷ്യനാണ്, ഹോംലാൻഡർ മോഡലുള്ള ഒരു മനുഷ്യനാണ് ട്രംപ്. അതുകൊണ്ട് പുള്ളിക്ക് ചോദിച്ചിട്ടുണ്ടാവും. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു രേവന്ത് റെഡ്ഡി ഒരു മാർവൽ ഫാനാണെന്ന് തോന്നുന്നു. പുള്ളി ഈ ഹിറ്റ്ലറിനെ കുറിച്ച് പറയുമ്പോഴും മാർവലില് ഹിറ്റ്ലറിനെ കുറിച്ച് വന്നിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് പുള്ളി ടീച്ചുന്നത്. ഹൈഡ്ര എന്നൊക്കെ പറയണത്, ഹെയിൽ ഹൈഡ്ര എന്നൊക്കെ പറഞ്ഞ് മാർവലിൽ ഒരു സംഗതി കൊണ്ടുവന്നിട്ടുള്ളത്, ഒരു സീക്രട്ട് ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എടുത്ത് ഉദ്ധരിച്ച് പറയുന്നുണ്ട്. ഹിറ്റ്ലറിന്റെ ഒരു രഹസ്യ ഏജൻസി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ അതെ അതെ, ഏതായാലും അല്ല, അതുകൊണ്ട് ഈ ലോകകപ്പ് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ലോകകപ്പ് പോലെ നടക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ രാഷ്ട്രങ്ങൾ ഉണ്ട് എന്നുള്ളത് കൂടി അറിയുന്നത്. അതാണ് അതിന്റെ ഒരു നമ്മുടെ സംസാരിച്ച് വന്നതിന്റെ ഒരു സാധനം. അതുകൊണ്ട് കൂടിയാണ് ഈ രാജ്യങ്ങൾ ലോകത്ത് ഞങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് അവർക്ക് ഉച്ചത്ത് പറയാൻ കിട്ടുന്ന അപൂർവമായിട്ടുള്ള അവസരങ്ങളിൽ ഒന്നായിട്ട് ലോക ഫുട്ബോൾ മാറുകയാണ്. അതുകൊണ്ട് കൂടിയാണ് അവർ കൂടുതൽ നേരം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, കൂടുതൽ കളിച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ എല്ലാം മനസ്സിൽ ഉണ്ടാകുന്നത്. അർജന്റീനയെ നമുക്കറിയാം, അർജന്റീനയെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അർജന്റീനയെ നമ്മൾ അറിയുന്നത് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. നമ്മുടെ എല്ലാ ഓർമ്മകളിലും സംസാരത്തിലൊക്കെ അർജന്റീന വന്നുകൊണ്ടിരിക്കുന്നത്, ലാറ്റിൻ അമേരിക്കൻ ടീമുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട് ഈ ഒരു ചർച്ചയിൽ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ 1966 ലോകകപ്പ് ബഹിഷ്കരിച്ചല്ലോ ആഫ്രിക്കൻ ഭൂഖണ്ഡം. പക്ഷെ ആ ലോകകപ്പിലെ ടോപ്പ് സ്കോറർ ഒരു ആഫ്രിക്കൻ കളിക്കാരനാണ്, ആഫ്രിക്കക്കാരനാണ്, യുസേബിയോ പോർച്ചുഗലിന് വേണ്ടിയിട്ടാണ് കളിച്ചത്. പക്ഷെ യുസേബിയോ ഒരു മൊസാംബിക്കുകാരനാണ്. മൊസാംബിക്ക് പോർച്ചുഗലിന്റെ കോളനിയാണ്. ആ പോർച്ചുഗലിന്റെ മറ്റൊരു കോളനിയാണ് കേപ്പ് വെർഡെ. അവരുടെ വേറെ മറ്റു കോളനികളായിരുന്നു അങ്കോളയും ഗിനി ബസുവ ഒക്കെയുള്ള സ്ഥലങ്ങൾ. അപ്പൊ ഈ ഗിനി ബസുവയുടെയും കേപ്പ് വെർഡെയുടെയും നാഷണൽ ഹീറോ ആണ്, രാഷ്ട്ര പിതാവ് എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുന്ന ആളാണ് അമിൽക്കാർ കബ്രാൾ എന്ന് പറയുന്ന വിപ്ലവകാരി. അദ്ദേഹം രൂപീകരിച്ച സംഘടനയാണ് PAIGC, ആഫ്രിക്കൻ പാർട്ടി ഫോർ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ഗിനി ആൻഡ് കേപ്പ് വെർഡെ എന്നാണ് അതിന്റെ പേര്. അദ്ദേഹം 1900 ഈ നിതീഷ് പറഞ്ഞൊരു കാര്യം ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് അത് ആ വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോറർ എന്ന് പറഞ്ഞൊരു ആഫ്രിക്കക്കാരനായിരുന്നു എന്നുള്ളത്. അതൊരു ഭയങ്കര സംഭവമാണ്. കാര്യം വെച്ചാല് ഇപ്പം ഈ കേപ്പ് വെർഡെയുടെ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഈ പല ആഫ്രിക്കൻ രാജ്യങ്ങളും യൂറോപ്പിൽ പോയി അവരുടെ പ്ലേയേഴ്സ് കളിച്ച് അവിടുത്തെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് അവരിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. മലയാളികളായിട്ടുള്ള ആൾക്കാരെ പറയുന്നത് നോക്കണം. അവർ പറയാണ്, അതായത് അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒരു യൂറോപ്പ് ബൂട്ട്ലിക്കിംഗ് മൈൻഡ് സെറ്റ് ആണ്. യൂറോപ്പിന് വേണ്ടി ഇങ്ങനെ വിധേയപ്പെട്ട് വെള്ളക്കാരാണ് അല്ലെങ്കിൽ ഈ യൂറോപ്യൻകാരാണ് ഈ ഐഡിയൽ മനുഷ്യർ എന്ന് പറഞ്ഞ രീതിയിലാണ് അവർ ജീവിക്കുന്നത്. അപ്പം അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതായത് അവരൊരു മോശക്കാരാവുന്ന ഒരു നറേറ്റീവ് ഉൾക്കൊള്ളാൻ പറ്റുന്ന അവർ പറയുന്ന കാര്യങ്ങളാണ്. ഈ പറഞ്ഞ ആഫ്രിക്കയിലുള്ള ആൾക്കാരെല്ലാം യൂറോപ്പിൽ പോയി കളിച്ച് വളർന്നു വന്നിട്ടാണ് അവർ ഈ ആഫ്രിക്കയുടെ സ്വന്തം നാട്ടിൽ വന്നിട്ട് കളിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ യൂറോപ്പിലുള്ള പല രാജ്യങ്ങളിലും അവർക്ക് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി അവരുടെ കോളനികളിലുള്ള മനുഷ്യരെ വേണമായിരുന്നു എന്നുള്ളൊരു ചരിത്രം ഉണ്ടായിരുന്നല്ലേ. അത് ഭയങ്കര ഒരു യുസേബിയോ ജനിക്കുന്നത് ജനിച്ചു വളരുന്നത് മൊസാംബിക്കിലാണ് യുസേബിയോ ജനിച്ചു വളരുന്നത്. ഈ പല ആളുകളെയും കോളനികളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ഇവരുടെ ഈ രാഷ്ട്രങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്തിനാ കൊണ്ടുപോയത്? അടിമപ്പണി എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും പോയത്. വളരെ ചുരുക്കം ചില ആളുകൾക്ക് ഈ പറയുന്ന പോലെ ഇത്തരം സ്ഥലങ്ങളിൽ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസമൊക്കെ വളരെ വളരെ മിനിമൽ ആയിട്ടുള്ള ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, വാൾട്ടർ റോട്ട്നി എഴുതിയ പുസ്തകമാണ് ഹൗ യൂറോപ്പ് അണ്ടർ ഡെവലപ്ഡ് ആഫ്രിക്ക എന്നുള്ളത്.
അതെ. അതായത് ആഫ്രിക്കയുടെ അണ്ടർ ഡെവലപ്മെന്റ് അവിടെ ഉം. ഡെവലപ്മെന്റിന്റെ ആബ്സെൻസ് അല്ല, അതെ. യൂറോപ്പിന്റെ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അതെ. അവിടെ ശേഷിയും വിഭവങ്ങളും സാധ്യതയും ഇല്ലാത്തത് കൊണ്ടല്ല ആഫ്രിക്ക ദരിദ്ര പ്രദേശമായിട്ട് മാറി, ദരിദ്ര ജനങ്ങളുടെ നാടായിട്ട് മാറിയത്. മറിച്ച് ക്യാപിറ്റലിസത്തിന്റെ വളർച്ചയിൽ യൂറോപ്പിലെ ഈ പറയുന്ന പാരീസും ലണ്ടനും മാഞ്ചസ്റ്ററും ഒക്കെ നിങ്ങൾ കെട്ടിപ്പടുക്കുന്നത് ഉണ്ടാക്കുന്നത് ഈ ആഫ്രിക്കയിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയിട്ടുള്ള വിഭവങ്ങൾ കൊണ്ടാണ്. വിഭവങ്ങൾ മാത്രമല്ല, ആളുകളെയും കൊണ്ടുപോയി അടിമ കച്ചവടം അതെ. നടത്തി. അത് ഈ അടിമ കച്ചവടവും ആഫ്രിക്കയിലെ വിഭവങ്ങളും ഇല്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന ഒരു രാഷ്ട്രവും ഉണ്ടാകുമായിരുന്നില്ല. ഈ പറയുന്ന ഈ കെട്ടിഘോഷിക്കപ്പെടുന്ന ഒരു യൂറോപ്യൻ മഹിമയും മഹിതയും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. ഇതെല്ലാം ഉണ്ടാക്കിയത് ആഫ്രിക്കയിലെ മനുഷ്യരെ, ലക്ഷക്കണക്കിന് ആളുകളെയാണ് അടിമകളായിട്ട് ഈ സ്ലേവ് ട്രേഡിലൂടെ കൊണ്ടുപോയത്. പരസ്പരം വച്ച് കൈമാറുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പലരും ആദ്യ തൊഴിലാളികളായിട്ട് അവിടെ വന്നവരുടെ മക്കളും അവരുടെ പിൻതലമുറയുമാണ് പിന്നീട് അവിടെ ജനിച്ചു വളർന്ന ആഫ്രിക്കക്കാരായിട്ടുള്ള ആളുകൾ മാറിയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂറോപ്പ് വികസിച്ചത്, യൂറോപ്പിൽ നഗരങ്ങൾ ഉണ്ടാകുന്നത് ആഫ്രിക്കയെ കൊള്ളയടിച്ചിട്ടാണ്. അതിന് ഇതുവരെ തിരിച്ച് അവർക്ക് ഒരു കടം വീട്ടലും ഇതുവരെ ചെയ്തിട്ടില്ല. ഈ കൊള്ളയടിക്കലുകൾക്കൊന്നും ചെയ്തിട്ടില്ല. ഇല്ലെങ്കിൽ ആഫ്രിക്ക ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നം. രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗകര്യങ്ങളെല്ലാം ഇതിന്റെ ഒരു പ്രശ്നം, ഇതിൽ ഈ വാദത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ വംശീയത ഉണ്ടല്ലോ. ഇതേ വാദം തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ശരി, ഈ കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ പോലും ഈ പറയുന്ന 1 or 2 തലമുറ മുമ്പ് ആഫ്രിക്കയിൽ ജീവിച്ചിട്ടുള്ള മനുഷ്യരുടെ മക്കൾ വേണോ ഇവിടെ വന്ന് കളിക്കാൻ വേണ്ടിയിട്ട്? 5ഉം 6ഉം നൂറ്റാണ്ടായിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്ന വെള്ളക്കാരുടെ തന്നെ മക്കളില്ലേ ഇവിടെ? അവർ 6 നൂറ്റാണ്ടായിട്ട് ഈ പറയുന്ന എല്ലാ കൊളോണിയൽ ചൂഷണത്തിന്റെയും ഗുണം പറ്റുന്നവരാണ്. അവരെ മറികടക്കാൻ 2 തലമുറ അപ്പുറത്ത് ഈ പറയുന്ന കോളനികളിൽ നിന്ന്, ഈ പറയുന്ന ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുടെ മക്കൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഈ പറയുന്ന മെറിറ്റിനെ കുറിച്ചിട്ടുള്ള ആർഗ്യുമെന്റ് തന്നെ പൊളിയല്ലേ ചെയ്യുന്നത്. കാരണം ഈ പറയുന്ന യൂറോപ്യൻ അതെ വെള്ളക്കാരന്റെ അധീശത്വം തകരല്ലേ ചെയ്യുന്നത്. അതെ. അവർക്ക് മറ്റുള്ളവരുടെ അധ്വാനത്തിൽ ജീവിച്ചിട്ടല്ലേ പരിചയമുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ എംബാപ്പയും ബാക്കിയുള്ളവരും കപ്പ് ജയിച്ച് കൊണ്ടുവരാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഞങ്ങളും കൂടെ എടുത്തോളാം എന്നുള്ള കാര്യമാണ്. കളിയെങ്ങാൻ തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ കുറ്റം മുഴുവൻ അവർക്കായിരിക്കും ഉണ്ടാവുകയും ചെയ്യാം. എന്ത് വലിയൊരു, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഈ കേപ്പ് വെർദെ പോർച്ചുഗലിന്റെ കോളനി ആയിരുന്നല്ലോ. കേപ്പ് വെർദെയും മൊസാംബിക്കും അങ്കോളയും ഗിനി ബസുവാണ് ആഫ്രിക്കയിലെ പോർച്ചുഗലിന്റെ കോളനി. ആഫ്രിക്കയിലത്തെ ആദ്യം ആഫ്രിക്കയെ കോളനിയാക്കി മാറ്റുന്ന സ്ഥലവും രാജ്യവും പോർച്ചുഗലായിരുന്നു ശരിക്കും. ഈ പറയുന്ന വാസ്കോഡ ഗാമ കേരളത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തി കോളനിയാക്കിയ സ്ഥലമാണ് ഈ കേപ്പ് വെർദെ. കേപ്പ് വെർദെ ആഫ്രിക്കയിലെ അടിമ കച്ചവടത്തിന്റെ ഒരു കേന്ദ്രം കൂടിയായിരുന്നു. അതിന്റെ ഒരു കേന്ദ്രം കൂടിയായിരുന്നു ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പം പോർച്ചുഗലിന്റെ പ്രത്യേകത എന്താ? പോർച്ചുഗല് യൂറോപ്പിലത്തെ ഏറ്റവും പിന്നോക്ക രാഷ്ട്രമാണ് പോർച്ചുഗൽ. മുമ്പും അങ്ങനെയായിരുന്നു. അവരാണ് 1 കോടിയിലധികം ജനങ്ങളെ അവരുടെ അടിമകളാക്കിയിട്ട് വെച്ചിരുന്നത്. 1.25 കോടി ജനങ്ങളാണ് ഏകദേശം ആ സമയത്ത് അവിടെ മൊത്തത്തിൽ ഉണ്ടായിരുന്നത്, ഈ കോളനി, ഈ പോർച്ചുഗലിന്റെ കോളനികളിൽ ഉണ്ടായിരുന്നത്. ആ മനുഷ്യർക്ക് മനുഷ്യരെന്നുള്ള പരിഗണന ഉണ്ടായിരുന്നു. അൺസിവിലൈസ്ഡ് ആയിരുന്നു. അതായത് അവരെ സിവിലൈസ് ചെയ്യുക, അവരെ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ചരിത്രപരമായ ദൗത്യം ഏറ്റെടുത്തവരായിരുന്നു ഞങ്ങൾ എന്നാണ് എല്ലാ യൂറോപ്യന്മാരും പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത്. പരിഷ്കരിച്ച് അവരെ കൊന്നുകളഞ്ഞു. കോടിക്കണക്കിന് മനുഷ്യർ അവിടെ കൊല്ലപ്പെട്ടു, ഓരോ കോളനിയിലും. അവിടെ 99.7% ആളുകൾ അൺസിവിലൈസ്ഡ് ആയിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഇവർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. എന്നുവെച്ചാൽ ഇവരുടെ കാറ്റഗറി അൺസിവിലൈസ്ഡ് ആണ്, അപരിഷ്കൃതർ ആണ്. പരിഷ്കൃതരായ മനുഷ്യരുടെ കാര്യം മാത്രമേ ഈ പറയുന്ന കോളനിക്കാർക്ക് നോക്കേണ്ടതുള്ളൂ എന്നുള്ളത്. അസിമിലേറ്റഡ് എന്നാണ് പറയുക ബാക്കിയുള്ള ചെറിയൊരു ശതമാനം. അസിമിലേറ്റഡ് എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാർ നിശ്ചയിക്കുന്ന ജീവിത നിലവാരത്തിലേക്ക്, ആ ശേഷിയിലേക്ക് ഉയർന്ന ആളുകൾ ഞങ്ങളിൽ പെടുന്നവർ, ഞങ്ങളിലേക്ക് കൂട്ടി. അതായത് നിങ്ങൾ മനുഷ്യരായി അംഗീകരിക്കണമെങ്കിൽ നിങ്ങളുടെ നാട് കോളനിയാക്കി വെച്ചിട്ടുള്ള ആളുകൾ നിശ്ചയിക്കുന്ന ക്രൈറ്റീരിയയിലേക്ക് നിങ്ങൾ വരണം എന്നുള്ള ഈ വൈകൃതമാണ്, ഈ ഒരു മനുഷ്യത്വ വിരുദ്ധതയാണ് കൊളോണിയൽ ഭരണകൂടങ്ങൾ ശരിക്കും കൊണ്ടു നടന്നിരുന്നത്. അപ്പൊ അതിന്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൈറ്റീരിയ സാമ്പത്തിക സുരക്ഷ ഉണ്ടാക്കണം. അടിമകളായിട്ടുള്ള മനുഷ്യർക്ക് എവിടുന്ന സാമ്പത്തിക സുരക്ഷ ഉണ്ടാവുക? ഫോഴ്സ്ഡ് ലേബർ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് സാമ്പത്തിക സുരക്ഷ ഉണ്ടാവുക? ആ മനുഷ്യരെ അവരുടെ ഭൂമിയിൽ നിന്ന് മുഴുവൻ മാറ്റി നിർത്തി അവരുടെ ഏറ്റവും നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭൂമികയിൽ നിന്നും കൃഷിക്ക് അനുയോജ്യമായ പ്രദേശങ്ങൾ മുഴുവൻ യൂറോപ്യൻ സെറ്റിലേഴ്സ് വന്നിട്ട് അത് കൈയടക്കി ഇവിടെ നിന്നൊക്കെ മാറ്റി. അവർക്ക് എങ്ങനെയാ സാമ്പത്തിക സുരക്ഷ ഉണ്ടാവുക? അവരുടെ വിഭവങ്ങൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും ചെറിയ വിലക്ക് വാങ്ങുമായിരുന്നു പോർച്ചുഗലിന്റെ ഇടനിലക്കാർ. എന്നിട്ട് അവർ യൂറോപ്പിൽ അത് വലിയ വിലക്ക് മറിച്ചു വെക്കുമായിരുന്നു. പോർച്ചുഗലിൽ ഉൽപ്പാദിപ്പിക്കുന്ന 3ാം നിരം ഒരു നിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഈ കോളനികളിലെ ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുമായിരുന്നു.
എന്നുവെച്ചാൽ ഓരോ നിമിഷത്തിലും ജനങ്ങളെ ദരിദ്രരാക്കിയിട്ട് മാറ്റുക എന്ന് പറയാം. അവരുടെ വിഭവം കൊള്ളയടിച്ചു എന്നുള്ളത് മാത്രമല്ല, തങ്ങളുടെ മാർക്കറ്റിന് വേണ്ടിയിട്ട് അവരെ ഉപയോഗിക്കുക, അവരുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും ചെറിയ വിലക്ക് തട്ടിയെടുക്കുക, ഇതൊക്കെയായിരുന്നു. അപ്പോൾ സാമ്പത്തിക സുരക്ഷ വേണം. അതുപോലെ യൂറോപ്യന്മാരെ പോലെ ജീവിക്കണം. അതായത് സ്വന്തം സ്വത്വവും അവരുടെ ജീവിതാനുഭവങ്ങളും അവരുടെ സാംസ്കാരികമായിട്ടുള്ള ചിട്ടകളും എല്ലാം ഉപേക്ഷിക്കണം. യൂറോപ്യന്മാർ നിശ്ചയിക്കുന്ന രീതിയിൽ അങ്ങനെ ജീവിക്കുന്നവരാണ് മനുഷ്യർ അവരുടെ കണ്ണിൽ. പിന്നൊന്ന് പോർച്ചുഗീസ് എഴുതാനും വായിക്കാനും അറിയാം. പോർച്ചുഗീസ്, ഇത് നമുക്ക് യൂറോപ്പിലെ യൂറോപ്യന്മാരുടെ എല്ലാ ആഫ്രിക്കൻ കോളനികളിലും നമുക്ക് ഇത് കാണാൻ പറ്റും. നമുക്കതിലേക്ക് വരാം. പോർച്ചുഗീസ് എഴുതാനും വായിക്കാനും പറ്റണം. ഇത് പറയുന്നത് ആരാ? ഇത് പറയുന്നവരുടെ നാട്ടിൽ പോർച്ചുഗലിലെ 40% ആളുകൾ ഇല്ലിറ്ററേറ്റ് ആയിരുന്നു. ഇതേ മാനദണ്ഡം സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചാൽ 40% ആളുകളെ മനുഷ്യരായിട്ട് അവിടെ കണക്കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഈ ക്രൂരതയാണ് ലോകത്ത് ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ ഇടയിൽ നിന്നാണ് അമിൽക്കാർ കബ്രാൾ ഉയർന്നു വരുന്നത്. അദ്ദേഹം 1954, അദ്ദേഹം ശരിക്കും ഒരു എഞ്ചിനീയർ ആയിരുന്നു. ഈ കേപ്പ് വെർദയിലെ ഗിനി ബസുവയിലെ പോർച്ചുഗലിന്റെ ആഫ്രിക്കൻ കോളനികളിലെ ആദ്യത്തെ ഗ്രാജുവേറ്റുകളിൽ ഒരാളാണ് അമിൽക്കാർ കബ്രാൾ. എനിക്കൊന്ന് ആദ്യത്തെ ആള് അദ്ദേഹം തന്നെയാണ്. 1960 14 പേര് മാത്രമായിരുന്നു ആഫ്രിക്കക്കാർ ഗ്രാജുവേറ്റ്സ് ആയിട്ടുണ്ടായിരുന്നത്. ആകെ 14 ആളുകൾക്ക് മാത്രമാണ് ആകാൻ വേണ്ടി പറ്റിയിരുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിന് അവിടെ ഒരു എഞ്ചിനീയർ ആയിട്ട് അദ്ദേഹത്തിന് ജോലി കിട്ടുന്നത് അവിടുത്തെ എന്തോ കാർഷിക വകുപ്പിലാണ് ജോലി കിട്ടുന്നത്, കോളനി ഭരണത്തിൽ. ആ ജോലിയുടെ ഭാഗമായിട്ടാണ് ഈ കോളനികൾ മുഴുവൻ അദ്ദേഹം, ഈ പ്രദേശങ്ങൾ മുഴുവൻ അദ്ദേഹം സഞ്ചരിക്കുമ്പോഴാണ് ജനങ്ങളുടെ ദുരിതം എത്രത്തോളാണ് എന്ന് കൂടുതൽ നേരിട്ട് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് സായുധ സമരത്തിലേക്ക് അദ്ദേഹം ഇറങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നത്, വിപ്ലവത്തിലേക്ക് അദ്ദേഹം ഇത് അന്വേഷിക്കുന്നത്. അപ്പൊ ഈ അന്വേഷണങ്ങളിൽ നിന്നാണ് ഒരു വിപ്ലവകാരി ഉണ്ടാകുന്നത്. അദ്ദേഹം കാണുന്നത് എന്താ? അദ്ദേഹം കാണുന്നത് മനുഷ്യരുടെ ചൂഷണമാണ്. അവിടെ ജാതിയോ മതമോ അല്ലെങ്കിൽ എന്തെങ്കിലും മനുഷ്യരുടെ സ്വത്വപരമായ പ്രത്യേകത ഒന്നുമല്ല അദ്ദേഹം അന്വേഷിക്കും. മനുഷ്യരുടെ ചൂഷണം ചെയ്യപ്പെടുകയാണ്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, അവർ ജനിച്ച മണ്ണാണത്, അവർ ജീവിക്കുന്ന മണ്ണാണത്, അവിടെ അവർ അടിമകളായിട്ട് മാറുകയാണ്. ഈ ചോദ്യമാണ് അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നത്. അവരുടെ ഭൂമിയിൽ വിഭവങ്ങളുണ്ട്, സ്വത്തുണ്ട്, സമ്പത്തുണ്ട്, പക്ഷെ അത് അവർക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. കളിക്കളങ്ങൾ അവർക്കില്ല. ഇതേ കേപ്പ് വെർദെ 1954 അമിൽക്കാർ കബ്രാൾ ഈ കേപ്പ് വെർദെയും ഗിനി ബസുവുമാണ് അടുത്തുള്ള 2 പ്രദേശങ്ങൾ. അവിടെ ഒരു സ്പോർട്സ് അസോസിയേഷൻ രൂപീകരിക്കുന്നുണ്ട്. ആ സ്പോർട്സ് അസോസിയേഷൻ രൂപീകരിച്ചതിന് അദ്ദേഹത്തെ അങ്കോളയിലേക്ക് നാടുകടത്തി. അതായത് കളിക്കളത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് ഫുട്ബോളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫുട്ബോൾ കുറെ കൂടെ ആളുകളെ ഒന്നിപ്പിക്കും, ഈ ഒരു കളക്റ്റീവ് ഫീലിംഗ് ഉണ്ടാക്കും എന്നൊക്കെയുള്ള ഒരു തോന്നൽ ഉണ്ടാക്കി. കളിക്കളങ്ങളില്ല, വിദ്യാലയങ്ങളില്ല, ആനന്ദ കേന്ദ്രങ്ങളില്ല, രാത്രികളിൽ പുറത്തിറങ്ങി നടക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നു. ഐഡന്റിറ്റി കാർഡ് കൈവശം വെക്കണം എപ്പോഴും. കർഫ്യൂ ആയിരുന്നു. നഗരങ്ങളിൽ അവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയെല്ലാമുള്ള മാറ്റി നിർത്തലുകളാണ് അവിടുത്തെ ആളുകൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിലും സമാനമായിട്ടുള്ള ഒരു രീതി ഉണ്ടായിരുന്നില്ലേ? ഈ പറഞ്ഞ ക്രിക്കറ്റ്, ഫുട്ബോൾ പോലുള്ള കളികള് ഇന്ത്യക്കാരെ മാറ്റി നിർത്തുക എന്ന് പറയുന്ന രീതി ഉണ്ടായിരുന്നു. ഞാൻ ഏതോ സിനിമയിലാണെന്ന് തോന്നുന്നു, ഈ പറഞ്ഞ എന്താണ് മറ്റേ ജയസൂര്യ അഭിനയിച്ചൊരു പടമാണ് ഫുട്ബോളിനെ കുറിച്ചിട്ടുള്ള, ഒരു കേരളത്തിന്റെ ഒരു ക്യാപ്റ്റന്റെ ബയോപിക്, ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ് തോന്നുന്നു. അതില് സത്യന്റെ കഥ അത് തന്നെ. അപ്പൊ അതില് പുള്ളി പറയുന്ന ഒരു ഡയലോഗാണ്, ഈ പണ്ട് ഇവിടെ മലബാറിലെ സായിപ്പന്മാർ വന്നിട്ട് അവര് ഫുട്ബോൾ കളിക്കുമായിരുന്നു, ഇവിടുത്തെ തദ്ദേശീയമായിട്ടുള്ള മനുഷ്യരെ കൂടെ കൂട്ടില്ലായിരുന്നു, പിന്നെ ഒരു ദിവസം തോന്നി അവരെ കൂടെ കൂട്ടാം എന്ന് തോന്നിയിട്ട് ഒരു കളിക്കാൻ ഒരാളെന്ന് പറഞ്ഞ രീതിയിൽ എന്നിട്ട് സായിപ്പ് ഇങ്ങനെ അടിച്ചടിച്ച് ഗോളടിച്ച് തോപ്പിച്ചോണ്ടിരിക്കുകയാണ്, അവരുടെ വിനോദം. പക്ഷെ ഇവരെ തിരിച്ചു തോൽപ്പിക്കണം എന്ന് പറയുന്ന ഒരു ആവേശത്തിലാണ് ഫുട്ബോളിന്റെ ഒരു ത്വര ഈ മനുഷ്യരുടെ ഉള്ളിൽ വന്നതെന്ന് പറയുന്നുണ്ട്. അത് ചരിത്രമാണോ എന്നുള്ള എനിക്കറിയില്ല, പക്ഷെ ഞാൻ സിനിമയിൽ കണ്ട ഒരു കാര്യമാണ്. അധികം സമാനമായിട്ടൊരു അനുഭവമാണെന്ന് തോന്നുന്നു അവിടുത്തെ മനുഷ്യർക്ക്. സത്യമാണ്, അങ്ങനെയായിരുന്നു. എല്ലാ കോളനികളുടെയും പ്രത്യേകത അതായിരുന്നു. കാരണം കോളനികളിലെ മനുഷ്യരായിട്ട് കണക്കാക്കും. നിങ്ങൾ എപ്പോഴാണ് മനുഷ്യരായിട്ട് മാറുക? മനുഷ്യന് എല്ലാ ആനന്ദം കൂടി അനുഭവിക്കാൻ വേണ്ടി പറ്റുമ്പോഴാണല്ലോ. കാരണം അവിടെ അവന് ചുറ്റും ചങ്ങലകൾ ഉള്ളത് എന്നതിന്റെ പേര് മനുഷ്യർ എന്നല്ലോ. അപ്പൊ മനുഷ്യനാകാനുള്ള ഒരു പോരാട്ടം കൂടിയാണ് ഈ പറയുന്ന പല ജനതയും നടത്തിയിട്ടുള്ളത്. ഇന്ത്യയിൽ കാണാൻ വേണ്ടി, ഇന്ത്യയിൽ വലിയ നിയന്ത്രണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ കോളനികളിലും നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ആ നിയന്ത്രണങ്ങൾ ഇല്ലാതെങ്കിൽ നിങ്ങളും അവരും തുല്യരാണ് എന്ന തോന്നൽ ഉണ്ടാക്കിയാൽ പിന്നെ കോളനികൾ ഉണ്ടാവില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് അടക്കി ഭരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. നിങ്ങൾ തുല്യരല്ല എന്നുള്ള തോന്നൽ. അതുകൊണ്ടാണ് അസിമിലേറ്റഡും സിവിലൈസ്ഡും അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യരും ഉണ്ടാകുന്നത്. അവരെ അപരിഷ്കൃതരായ മനുഷ്യരെ പരിഷ്കരിക്കാൻ വരുന്നവരാണ് ഞങ്ങൾ എന്ന രക്ഷക വേഷം കെട്ടേണ്ടി വരുന്നത്. ആരാണിത് വരുന്നത്? ഇപ്പം ഉദാഹരണത്തിന് ഇപ്പൊ ഇന്ത്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യയും ചൈനയും ചേർന്നാൽ, അതായത് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന് മുമ്പ് ഇന്ത്യയുടെയും ചൈനയുടെയും സ്വത്ത് ചേർന്ന ലോകത്തെ സമ്പത്തിന്റെ 50% പ്രദേശമാണ് എന്നുള്ളതാണ് കണക്ക്. ഇന്ത്യയുടെ സമ്പത്ത് ലോകത്തിന്റെ 5-1
ലോകത്തിന്റെ 1/5 GDP ഉണ്ടായിരുന്ന പ്രദേശമാണ് ഇന്ത്യ. ബ്രിട്ടൻ അതിന്റെ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല. ആ നാടിനെയാണ് കൊള്ളയടിച്ചത്. ഇന്ത്യയിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയത് $45 ട്രില്യൺ എന്നാണ് ഉത്സ പട്നായിക്കിന്റെ പഠനത്തിൽ അവർ കണക്ക് വെച്ചുകൊണ്ട് പറയുന്നത്. $45 ട്രില്യൺ. വെച്ചാൽ $1 ട്രില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം കോടിയാണ്. അതായത് $1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 95 ലക്ഷം കോടിയോ മറ്റോ ആണ് വരിക. ഇന്നത്തെ UK-യുടെ GDP 3 ഇരട്ടിയാണത്. ഇന്നത്തെ UK-യുടെ GDP 3 ഇരട്ടി. നമുക്ക് ആരോടാണ് ധാർമ്മിക രോഷം ഉണ്ടാകേണ്ടത്? നമുക്ക് ഏതെങ്കിലും രാഷ്ട്രത്തോട് ഉണ്ടാകണമെങ്കിൽ നമുക്ക് തൊട്ടപ്പുറത്തുള്ള നമ്മുടെ ഭാഷ, നമ്മുടെ രാജ്യത്ത് സംസാരിക്കുന്ന പലരും സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന, അവരുടെ കൂടെ സംഗീതം പങ്കുവെക്കുന്ന, അവർ കഴിക്കുന്നത് പോലെയുള്ള അതേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന, വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്ന, ഒരേ ലെഗസിയുള്ള ഭഗത് സിംഗിനെ നിങ്ങൾ ആരാധിക്കുന്നത് പോലെ തന്നെ സ്നേഹിക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന നാട്ടിലെ മനുഷ്യരോടാണോ, ആ നാട്ടിലെ മനുഷ്യരോടാണോ നിങ്ങൾക്ക് വെറുപ്പുണ്ടാകേണ്ടത്? അല്ല. ഈ രാജ്യത്തെ ഇങ്ങനെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുന്ന മണ്ണാക്കിയിട്ട് മാറ്റിയിട്ടുള്ള, ഇത്രയും സമ്പത്തുണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രത്തെ ഇങ്ങനെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടിട്ടുള്ള കൊളോണിയലിസത്തോടാണോ? നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് കൊളോണിയൽ വിരുദ്ധ ബോധമാണോ, അല്ല ഏതെങ്കിലും നാട്ടിലെ മനുഷ്യർക്കെതിരായിട്ടുള്ള വെറുപ്പാണോ എന്നുള്ളതാണ് ചോദ്യം. ഇത് അങ്ങനെയാണ് ഇവരെല്ലാം വളർന്നിട്ടുള്ളത്. ഏഷ്യയെ കൊള്ളയടിച്ചിട്ട്, ലാറ്റിൻ അമേരിക്കയിൽ കൊള്ളയടിച്ചിട്ട്. എനിക്ക് തോന്നുന്നു ഈ എല്ലാ തരത്തിലുള്ള ഒരു ഏതൊരു സമൂഹത്തെ ആണെങ്കിലും നമുക്ക് അവരെ ചൂഷണം ചെയ്യണം എന്നുണ്ടെങ്കിൽ, അവരുടെ ലാൻഡും അവിടുത്തെ മനുഷ്യരെയും എല്ലാം നമുക്ക് ചൂഷണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്ക്ലൂഷന്റെ ഒരു രീതി സാമൂഹിക പ്രാക്ടീസായി കൊണ്ടുവരേണ്ട ഒരു സ്വാഭാവികമായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്നതായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു സാധനം വരേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലും ആഫ്രിക്കയിലും മാത്രമല്ല, ഈ കൊളോണിയൽ ചരിത്രമുള്ള എല്ലാ രാജ്യങ്ങളും, അല്ലെങ്കിൽ ഈ എക്സ്പ്ലോയിറ്റേഷന്റെ, ചൂഷണത്തിന്റെ ചരിത്രമുള്ള എല്ലാ മേഖലയിലും ഈ മാറ്റി നിർത്തലിന്റെ ഒരു സാമൂഹിക പ്രാക്ടീസ് ഉണ്ടാവില്ല. അപ്പൊ അത് നമ്മുടെ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയിലാണെങ്കിലും അങ്ങനെ എനിക്ക് കാണുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ, അതായത് അവിടെ ഈ ഇത്തരം ഒരു കൂട്ടം മനുഷ്യരെ ചൂഷണം ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ ഈ ഒരു മാറ്റി നിർത്തലിന്റെ ഒരു രാഷ്ട്രീയം കൂടി കയറി വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അത് ഇതിന്റെ കൂടെ പോകുന്ന ഒരു സാധനമാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഡൊമിനിക്കോ ലൊസൂഡോ ആണെന്ന് തോന്നുന്നു അതിനെ കുറിച്ചിട്ട് വിശദമായി എഴുതിയിട്ടുള്ളത്. എനിക്ക് വായിച്ച ഒരു ഓർമ്മ വരികയാണ് ഈ സംസാരിക്കുമ്പോൾ. ഡൊമിനിക്കോ ലൊസൂഡിന്റെ ക്ലാസ് പൊളിറ്റിക്സിനെ കുറിച്ചിട്ടൊരു പുസ്തകമുണ്ട്. അതിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നതായിട്ട് എന്റെ ഓർമ്മയിലുണ്ട്. അതായത് ഈ ചൂഷണം ചെയ്യാനായിട്ടൊരു വിഭാഗം ഉണ്ടായി വരുമ്പോൾ, ഒരു സമൂഹത്തിൽ അവിടുത്തെ റിസോഴ്സസും മനുഷ്യരും ചൂഷണം ചെയ്യാനായിട്ടൊരു പ്രാക്ടീസ് ഉണ്ടായി വരുന്ന സമയത്ത് അതിന്റെ ഒപ്പം തന്നെ ഒരു വിശുദ്ധ ഇടങ്ങളും ഉണ്ടാവും. ഈ പറയുന്ന മനുഷ്യരിൽ ഈ ചൂഷകരായിട്ടുള്ള മനുഷ്യർക്ക് മാത്രം ആക്സസിബിൾ ആയിട്ടുള്ള കുറെ സ്പേസുകൾ, അതിൽ നിന്ന് ഈ ചൂഷണം ചെയ്യപ്പെടുന്ന വിഭാഗങ്ങൾ മാറ്റി നിർത്തപ്പെടും. അവരെ ആ മാറ്റി നിർത്തിപ്പെടുന്നത് ഈ ഒരു പ്രക്രിയക്ക് ഒരു ഗുണമായി അവർ കൊണ്ടുവരുന്ന ഒരു സാമൂഹിക പ്രാക്ടീസാണ് എന്ന് ഞാൻ വായിച്ച ഓർമ്മയുണ്ട്. അത് തന്നെയാണെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇഗെയിൻ നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ ചിന്താഗതിയാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് ഇത്രയധികം നമ്മുടെ നാട്ടിലെ മനുഷ്യരെ അടിമകളാക്കി ഈ പറഞ്ഞ വസ്ത്രം ധരിക്കാൻ തന്നെ ഈ പറഞ്ഞ അവരുടെ ഇഷ്ടത്തിന് സംസാരിക്കാനും അവരുടെ ഇഷ്ടത്തിന് സ്ഥലങ്ങളിൽ ഇടപെടാനും ഈ പറഞ്ഞ സ്പോർട്സിൽ ഇടപെടാനും ഒന്നും അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ മാക്സിമം അവരെ ചൂഷണം ചെയ്ത് ആക്രമിച്ച് ഈ അടിമകളാക്കി. ഇപ്പൊ പറഞ്ഞ ഈ അടിമകളുടെയൊക്കെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ നമ്മുടെ ചങ്ക് തകർന്നു പോകും. ആത്മാഭിമാനം നമുക്ക് അനുവദിക്കില്ല ഇങ്ങനെയുള്ള ഒരു കാര്യം അംഗീകരിക്കാനായിട്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാക്കി പോയ ആൾക്കാര് അവരെയാണ് ഇപ്പൊ ഇവര് ഭയങ്കരമായിട്ട് പൊക്കിപ്പിടിച്ച് ഇങ്ങനെ ഉത്തമ മനുഷ്യരാണ് എന്ന് പറഞ്ഞ് നടക്കുന്നതെന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലും യഥാർത്ഥത്തിൽ ചരിത്രബോധമില്ലാത്തതിന്റെ ഒരു പ്രശ്നം കൂടി ആയിരിക്കാം. ഇന്ത്യയിൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത്, ഇംഗ്ലണ്ടിനെതിരെ കളിക്കാൻ പോകുന്ന സമയത്ത്, ഈ വേൾഡ് കപ്പ് സ്റ്റേജിലേക്ക് ഇന്ത്യ കയറുന്നു എന്ന് പറഞ്ഞ ഘട്ടത്തിൽ ഇന്ത്യയിൽ അതൊരു അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയായിരുന്നു അവരെ തോൽപ്പിക്കുക എന്നുള്ളത്. കപിൽ ദേവ് ഈ വേൾഡ് കപ്പ് നേടുന്ന സമയത്ത് അത് ഇന്ത്യ ഒട്ടാകെ ഒരു ആഘോഷമായി മാറാനും അതിലൊരു എൻഡോഴ്സ്മെന്റ് കിട്ടാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതും കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു കൊളോണിയൽ വിരുദ്ധ മൈൻഡ് സെറ്റ് അതിന് നമുക്ക് നഷ്ടപ്പെട്ടു പോയതായിരിക്കാന്ന് ഞാൻ വിചാരിക്കുന്നത്. അതെ, ഈ ആധുനിക ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ കൊളോണിയൽ കാലഘട്ടത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പത്ത് ശരിക്കും ഈ കൊളോണിയൽ വിരുദ്ധ ബോധം ഉണ്ടായിരുന്നു എന്നല്ല. അതിൽ നിന്നാണ് ഇന്ത്യ കെട്ടിപ്പടുക്കപ്പെടുന്നത്. അല്ലാതെ പൂർവ്വകാലത്തേക്ക് പോയിട്ടല്ല ഇന്ത്യ കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പുള്ള ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാനല്ല ചെയ്തത്. മറിച്ച് കുറെ കൂടി എന്താ പറയാ ആധുനിക ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കൊളോണിയൽ വിരുദ്ധ ബോധം. അത് പക്ഷെ ആളുകൾ അത് ഇന്ത്യയുടെ ഒരു കരുത്തായിരുന്നു, അത് ഇന്ത്യയുടെ ഒരു സമ്പത്തായിരുന്നു. ഉദാഹരണത്തിന് 1948 ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സെറ്റിലർ കൊളോണിയൽ രാഷ്ട്രം ഉണ്ടാകുന്നു. അതൊരു കൊളോണിയലിസത്തിന്റെ പദ്ധതിയാണ്. അപ്പൊ അവിടെ ഒരു അന്ന് വരെ അവിടെ ജീവിച്ചിരുന്ന ഫലസ്തീൻ ജനതയുടെ ഭൂമി പിടിച്ചെടുത്തിട്ട് അവിടെ ഇസ്രായേൽ ഉണ്ടാകും. ആ ഇസ്രായേലിനെ എതിർത്ത ഇസ്രായേലിന്റെ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്ന രാഷ്ട്രങ്ങളിൽ 2 എണ്ണം, ഒന്ന് ഇന്ത്യയാണ്, മറ്റൊന്ന് പാകിസ്ഥാനായിരുന്നു. എന്നാൽ പാകിസ്ഥാൻ അന്ന് കൊടുത്ത പിന്തുണയേക്കാൾ, പലസ്തീന് കൊടുത്ത പിന്തുണയേക്കാൾ ഫലസ്തീൻ ജനത വില കൽപ്പിച്ചത് ഇന്ത്യയുടെ പിന്തുണയാണ്.
കാരണം എന്താ, പലസ്തീന്റെ പിന്തുണക്ക് മതം ഒരു ഘടകമാണ്. പാകിസ്ഥാൻ പലസ്തീന് കൊടുത്തിട്ടുള്ള പിന്തുണക്ക് മതം ഒരു ഘടകമാണ്. മതത്തിന്റെ പേരിൽ തന്നെ രൂപീകരിക്കപ്പെട്ട ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ളത്. എന്നാൽ അതിന്റെ ഭരണകൂടം നൽകിയിട്ടുള്ള പിന്തുണക്ക്. എന്നാൽ ഇന്ത്യയുടെ പിന്തുണയ്ക്ക് മതം ഒരു ഘടകമേ അല്ല. ഇന്ത്യയുടെ പിന്തുണ വരുന്ന ഇവിടുന്ന, ഇന്ത്യയുടെ പിന്തുണ വരുന്നത് ഇന്ത്യയുടെ അടിയുറച്ച കൊളോണിയൽ വിരുദ്ധ സമരത്തിന്റെ ചരിത്രത്തിൽ നിന്നാണ് വരുന്നത്. ഒരു ജനതയെയും മറ്റൊരു ജനത അടിമകളാക്കരുത്, അവരിലേക്ക് അധിനിവേശം നടത്തരുത്. അത് ഏത് രാഷ്ട്രമാണെങ്കിലും അവിടെ ഏതാണ് മതം എന്നുള്ളൊരു ചോദ്യം അതിനകത്തില്ല. ഇതൊരു കരുത്തുറ്റ, അതുകൊണ്ടാണ് ഇന്ത്യ എന്ത് പറഞ്ഞാലും ഇന്ത്യ പലപ്പോഴും കൊളോണിയൽ വിരുദ്ധ വേദികളിൽ ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യമായി മാറുന്നത് ഈ സമരത്തിന്റെ ചരിത്രം കൂടി ഉള്ളതുകൊണ്ടാണ്. ലോകത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ കൊളോണിയൽ വിരുദ്ധ സമരം നടന്ന നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമുക്ക് ആ ചരിത്രത്തിൽ എപ്പോഴും അഭിമാനം കൊള്ളേണ്ടവരാണ് നമ്മൾ. ആ സമരത്തിന്റെ പല ഏടുകളുണ്ട്, പല അടരുകളുണ്ട്, പല ധാരകൾ ഒക്കെ ഉണ്ട്. അതിലൊന്നും നമ്മൾ കാണാൻ വേണ്ടി പറ്റാത്ത ഒന്ന് ആണ് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു ദുരന്തം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഇന്ത്യയുടെ സ്വഭാവം അതാണ്. ഇന്ത്യയുടെ സ്വഭാവം അങ്ങനെ മാത്രമേ ഒരു ഇന്ത്യക്ക് എങ്ങനെ ഒരു രാജ്യമായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുക. ഒരു അത്ഭുതമല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം പല ഭാഷകൾ, കേരളത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും ഉത്തർപ്രദേശിൽ ജീവിക്കുന്ന ഒരാളും തമ്മിൽ എന്തിലാണ് സാമ്യമുള്ളത്? അവർ കഴിക്കുന്ന ഭക്ഷണത്തിലോ അവരുടെ വസ്ത്രത്തിലോ അവർ സംസാരിക്കുന്ന ഭാഷയിലോ അവരുടെ വിശ്വാസങ്ങളിലോ ഒന്നുമില്ല. ഇനി രണ്ടു കൂട്ടരും ഹിന്ദുക്കളാണെന്ന് തന്നെ വിചാരിക്കാം. ഈ രണ്ട് ഹിന്ദുക്കളും തമ്മിൽ എന്ത് സാമ്യതയുള്ളത്? അപ്പൊ മതമാണോ നിങ്ങളെ യോജിപ്പിച്ച് നിർത്തുന്നത്? കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് കേരളത്തിലെ മറ്റൊരു ഇതര മതത്തിൽപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കാനാണോ സൗകര്യം? അല്ല ഉത്തർപ്രദേശിലെ അയാളുടെ തന്നെ മതത്തിലുള്ള ഒരാളുടെ കൂടെ ജീവിക്കാനാണോ സൗകര്യം എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ മതമാണോ നിങ്ങളെ ചേർത്ത് നിർത്തുന്നത്, അല്ല നിങ്ങൾ ജീവിക്കുന്ന ജീവിതമാണോ എന്നുള്ളൊരു ചോദ്യം അതിനകത്തുണ്ട്. അപ്പോഴും നമുക്ക് ഇത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നാട്ട്, ഇപ്പം വടക്ക് കിഴക്കൻ മേഖലയിലുള്ള ജനങ്ങൾ, ഇന്ത്യയുടെ ആ ജനങ്ങളും അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ മനുഷ്യരും ജീവിക്കുന്ന ജീവിതം തമ്മിൽ എന്താണ് സാമ്യതയുള്ളത്? അപ്പൊ ഈ ജനതയെ ചേർത്ത് നിർത്തുന്ന എന്താ ഉള്ളത്? കാരണം നിങ്ങളെല്ലാം പൊരുതിയവരാണ്, നിങ്ങളെല്ലാം ഒന്നു ചേർന്ന് സമരം ചെയ്തവരാണ്. എന്തിനു വേണ്ടിയിട്ട്? ലോകത്തെ ഏറ്റവും വലിയ കൊളോണിയൽ ശക്തികൾക്കെതിരായിട്ട്. അതാണ് നിങ്ങളെ ഒരു ജനതയാക്കിയിട്ട് മാറ്റുന്നത്. പല ദേശീയതകൾ, പല ഭാഷകൾ, പല ചരിത്രങ്ങൾ. പക്ഷെ അതുകൊണ്ട് ആ വൈവിധ്യങ്ങൾ ആഘോഷിക്കുമ്പോഴും നിങ്ങൾ ഒത്തുചേർന്ന് നിൽക്കുന്ന ഒരു സമരത്തിന്റെ മുന്നിലാണ്. ഒരു സമരത്താൽ കണ്ണി ചേർക്കപ്പെട്ട ജനതയാണ് ഇന്ത്യയിലെ മനുഷ്യർ. അതായിരുന്നു ഇന്ത്യയുടെ കരുത്ത് ശരിക്ക്. അത് ആഭ്യന്തരമായിട്ട് ഇന്ത്യയുടെ കരുത്തതാണ്, സാർവദേശീയമായിട്ട് ഇന്ത്യയുടെ കരുത്തതാണ്, ലോക രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ കരുത്തതാണ്. ഇന്ത്യ നിലനിൽക്കാനും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതാണ് കൊളോണിയൽ വിരുദ്ധ പോരാട്ടത്തിന്റെ ഒരു പ്രത്യേകത. ഇതിനേക്കാളും ആഫ്രിക്കയിലെ കൊളോണിയൽ വിരുദ്ധ പോരാട്ടങ്ങൾ, ആ പോരാട്ടത്തിന്റെ പ്രത്യേകത അതാണ്. കാരണം അത് എപ്പോഴും സാർവദേശീയമായിരിക്കും. അതായത് വളരെ കൃത്യമുള്ള കാര്യം. ഇത് നമുക്കൊരു നല്ലൊരു ട്രാൻസിഷൻ പോയിന്റ് ആണെന്ന് തോന്നുന്നു. അതായത് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു കൊളോണിയൽ വിരുദ്ധ ബോധം നഷ്ടപ്പെട്ടു പോയില്ല, ഒരു കൂട്ടം മനുഷ്യർക്കെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അത് നമ്മുടെ ചരിത്രം മറന്നുപോയിട്ടുള്ളത് കൊണ്ടായിരിക്കാം. എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ നിലവിലുള്ള അവസ്ഥ, ആ അവസ്ഥയ്ക്ക് കാരണമാരാണ്, അതിന്റെ ചരിത്രം എന്താണ് എന്നുള്ള ഒരു പരിശോധന നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആ കൊളോണിയൽ വിരുദ്ധ ബോധം ഇല്ലാതിരിക്കാനായിട്ട് പറ്റില്ല. കാരണം അത്രയും ക്രൂരതയാണ് നമ്മുടെ മനുഷ്യരോട് നടന്നിട്ടുള്ളത്. അതിന് സമാനമായിട്ടുള്ള ഒരു ചരിത്രമുള്ള രാജ്യമാണ് കേപ്പ് വെർദെ പോലുള്ള രാജ്യം. കേപ്പ് വെർദെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. അതുപോലെ ആഫ്രിക്കയിൽ നിരവധി രാജ്യങ്ങളുണ്ട്, അതിനെതിരെ പോരടിച്ച പോരാളികളുണ്ട്. പക്ഷെ ഇവരുടെ എല്ലാം ചരിത്രം മറക്കപ്പെട്ടിരിക്കുകയാണ്. കേപ്പ് വെർദെ എങ്ങനെയാണോ ആരും കേൾക്കാത്തൊരു രാജ്യമായി പോയത്, അതേപോലെ തന്നെയാണ് ഈ മനുഷ്യരും അവരുടെ പോരാട്ടങ്ങളും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ കുറിച്ചുകൂടി നമുക്ക് സംസാരിക്കണം എന്ന് തോന്നുന്നു. അതെ, നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കാനാണ് ശരിക്കും ഇരുന്നത്. സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി, സാരില്ല, അത് കുഴപ്പമില്ല, പക്ഷെ ഇതെല്ലാം സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. അതെ. അപ്പോ ശരിയാണ്. ഇപ്പം മറ്റൊരു രാജ്യമാണ് കോങ്കോ പരാജയപ്പെട്ടപ്പോ നമുക്കൊക്കെ വലിയ പ്രയാസം, ഒരുപാട് ആളുകൾക്ക് വലിയ പ്രയാസം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കോങ്കോയുടെ സ്വാതന്ത്ര്യ സമര പോരാളി പാട്രിസ് ലുമുംബയുടെ പിറന്നാളാണ്. അദ്ദേഹം ജനിച്ച ദിവസമാണ്. 101 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തെ കൊന്നുകളിയാണ് ഇത് 1961. പാട്രിസ് ലുമുംബ 1960 കോങ്കോ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നത്. 60 വലിയ നീണ്ട പോരാട്ടം. ബെൽജിയത്തിന്റെ കോളനിയായിരുന്നു. ബെൽജിയത്തിന്റെ കോളനിയാണെന്ന് മാത്രമല്ല, കൊളോണിയൽ ക്രൂരതകളുടെ അങ്ങേ അറ്റമാണ് കോങ്കോയിൽ നടന്നത്. ബെൽജിയത്തിന്റെ 70 ഇരട്ടിയിലധികം വലിയ രാജ്യമാണ് കോങ്കോ. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നാണ് കോങ്കോ. അവിടുത്തെ മനുഷ്യരെയാണ് ബെൽജിയം അടിമകളാക്കി മാറ്റുക, അവരുടെ കൈവെട്ടിക്കളയുക, അവിടുത്തെ ആഫ്രിക്കക്കാരെ തൊഴിലിടങ്ങളിലേക്ക് പണിയെടുക്കാൻ അയച്ച് അവരുടെ ഭാര്യമാരെ കൂട്ടബലാത്സംഗം ചെയ്യുക, നിശ്ചയിക്കപ്പെട്ട അളവ് റബ്ബർ ശേഖരിച്ച് കൊണ്ടുവരുന്നില്ല എങ്കിൽ അങ്ങനെ കൊണ്ടുവരാന്നതിൽ പരാജയപ്പെടുന്ന ആഫ്രിക്കക്കാരുടെ കൈവെട്ടി മാറ്റിയിട്ട് ആ കൈ പ്രദർശിപ്പിക്കുക, കൈ വെട്ടിമാറ്റപ്പെട്ടിട്ടുള്ള ആളുകളെ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുക, ചങ്ങലേക്കിടുക,
സ്കൂളുകളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നൊക്കെ മുഴുവൻ അവരെ മാറ്റി നിർത്തുക, കുഞ്ഞുങ്ങളെ അവിടെ നിന്നും ബെൽജിയത്തിലേക്ക് കൊണ്ടുപോയി അവിടെ മനുഷ്യ മൃഗശാല ഉണ്ടാക്കുക, അതിനകത്ത് അവരെ അടച്ച് യൂറോപ്യന്മാർക്ക് കാണാനുള്ള കാഴ്ചവസ്തുക്കളാക്കി മാറ്റുക, ബെൽജിയത്തിലുള്ള കുട്ടികൾക്ക്, വെള്ളക്കാരുടെ മക്കൾക്ക് ഉള്ള കളിപ്പാട്ടമായിട്ട് ഈ പറയുന്ന കൂട്ടിലടച്ചിട്ട് ബെൽജിയത്തിൽ നിന്നുള്ള ചെറിയ മക്കളെ പക്ഷികളെയൊക്കെ കൊടുക്കുന്ന പോലെ സമ്മാനമായിട്ട് കൊടുക്കുക. ഇങ്ങനെയെല്ലാമുള്ള ക്രൂരതകളുടെ ഒരു നിരയാണ് നടന്നിരുന്നത്. ഇതിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഒരു നേതൃത്വമാണ് പാട്രിസ് ലുമുംബ. പാട്രിസ് ലുമുംബ അവിടെ കോങ്കോയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി. 1960 കോങ്കോക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു, അതിനുശേഷം സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നു, അതിനുശേഷം പ്രധാനമന്ത്രിയായി പാട്രിസ് ലുമുംബ വരുന്നു. 1960 കഴിഞ്ഞ ദിവസം, അതായത് ജൂൺ 30 1960 ജൂൺ 30 കോങ്കോയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നു. അപ്പം കോങ്കോയിലും ബെൽജിയവും ചേർന്ന് നടക്കുന്ന ഇതിനൊരു ലോകത്തൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം 2ാം ലോക മഹായുദ്ധം കഴിയുന്നു, ലോകത്തെ പല കോളനികളും സ്വാതന്ത്ര്യം നേടുന്നു, ഏഷ്യയിലെ ആഫ്രിക്കയിലേക്ക് പല രാജ്യങ്ങളും പല പോരാട്ടങ്ങളും സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നു. കൊളോണിയൽ ശക്തികൾക്ക് എങ്ങനെയാണോ ഓരോ രാജ്യത്തെ അടക്കി ഭരിച്ചത് അതുപോലെ മുന്നോട്ട് പോകാൻ ഇനി പറ്റില്ല എന്ന തോന്നൽ ഉണ്ടാകുന്നു. ഈ പല വിമോചന പ്രസ്ഥാനങ്ങളെയും സഹായിക്കാൻ സോവിയറ്റ് യൂണിയൻ ഉണ്ടാകുന്നു. സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുടെ ഒരു പിന്തുണ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മളത് മറന്നുപോകാൻ പാടില്ലാത്ത ഒന്നാണ്. അപ്പൊ ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് പല ആഫ്രിക്കൻ രാജ്യങ്ങളും കോളനി ഭരണം അവസാനിക്കുന്നത്. അപ്പോ ബെൽജിയം കോങ്കോയുമായി തയ്യാറാക്കുന്ന ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുകയാണ്. ആ പ്രഖ്യാപനം നടക്കുന്ന വേദിയിൽ കോങ്കോയുടെ രാജാവ് വരികയും രാജാവ് കോങ്കോയുടെ കൊളോണിയൽ കാലത്തെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു. കോങ്കോയ്ക്ക് വേണ്ടി ബെൽജിയം ചെയ്തു കൊടുത്ത നല്ല കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ വിശദീകരിക്കുകയാണ്, വാചാലമാവുകയാണ്. അതുകൊണ്ട് ഇനിയും കോങ്കോ ബെൽജിയത്തിന്റെ വാക്കുകൾ കേൾക്കുകയും ബെൽജിയത്തിനുമായിട്ട് സഹകരിക്കുകയും ഒക്കെ ചെയ്യണം എന്നുള്ള നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെക്കുകയൊക്കെ ചെയ്യാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പാട്രിസ് ലുമുംബ എഴുന്നേൽക്കുന്നതും അദ്ദേഹം ആ വേദിയിൽ വെച്ച് അതിന് മറുപടി നൽകുകയും ചെയ്തു. വളരെ ഗംഭീരമായ, നമ്മുടെ എന്താ പറയാ, സിരകളിൽ അഗ്നി പടർത്തുന്ന എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു പ്രസംഗമായിരുന്നു. അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കാം, ഇങ്ങനെ ഒരു ഉടമ്പടി പ്രകാരമായിരിക്കാം ഇന്ന് ഈ പറയുന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനമൊക്കെ നടക്കുന്നത്. പക്ഷെ ഈ നാടിന്റെ സ്വാതന്ത്ര്യം എന്റെ നാട്ടിലെ ജനതയുടെ കണ്ണുനീരിലും ചോരയിലും നനഞ്ഞ സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ നേടിയെടുത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് ആരെങ്കിലും ഔദാര്യം നൽകിയിട്ടുള്ളതല്ല. ഈ നാട്ടിലെ മനുഷ്യർ അന്തസ്സില്ലാതെ ജീവിക്കേണ്ടി വന്നിരുന്ന ആ മനുഷ്യർ നടത്തിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിക്കും ഇനി ഈ നാട് എങ്ങനെ മാറണമെന്ന് ഈ നാട്ടിലെ ജനത തീരുമാനിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ആ പ്രഖ്യാപനമാണ് അസ്വസ്ഥമാക്കിയത്. ഈ പ്രഖ്യാപനത്തിനൊരു പ്രശ്നമുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ ഓരോ ഇടത്തെയും വിപ്ലവകാരികളെ കൊല്ലാനുള്ള കാരണം ഈ സമീപനം കൂടിയായിരുന്നു. അതായത് കൊളോണിയൽ ഭരണം അവസാനിച്ചു എന്നുള്ളത് മാത്രമല്ല, കൊളോണിയലിസം പുതിയ തരത്തിൽ വരാം. നിയോ കൊളോണിയലിസം എന്ന് ഉള്ള മുന്നറിയിപ്പ് ആഫ്രിക്കൻ നേതാക്കന്മാർ പലരും നൽകുന്നുണ്ട്. നമുക്കത് എങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് സംസാരിക്കാം, അടുത്തതിൽ സംസാരിക്കാം. പക്ഷേ ഇത് സംഭവിക്കുമ്പോൾ പാട്രിസ് ലുമുംബയെ കാരണം ഈ ആഫ്രിക്കയിലെ മനുഷ്യരുടെ ഐക്യത്തിനെ കുറിച്ചിട്ട് ലുമുംബ അതിൽ പറയുന്നുണ്ട്. ഇത് നൽകുന്ന സൂചന എന്താ? ഇനിമേൽ ഈ ജനതയെ മറ്റൊരു തരത്തിൽ ഈ ജനതയെ ചൂഷണം ചെയ്യാൻ, അവരുടെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന തിരിച്ചറിവിലേക്ക് ഈ പറയുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും വരികയാണ്. അങ്ങനെയാണ് ബെൽജിയവും അമേരിക്കയും ആസൂത്രണം ചെയ്ത് പുതിയൊരു അട്ടിമറി അവിടെ നടത്തുന്നതും പാട്രിസ് ലുമുംബയെ തടവിലാക്കുകയും ചെയ്തു. തടവിലാക്കിയ പാട്രിസ് ലുമുംബ എഴുതിയൊരു കത്ത് ഉണ്ട്, ഞാൻ അതിലേക്ക് വരാനാണ് ഇത്രയും പറഞ്ഞത്. ആ കത്ത് തന്റെ ഭാര്യയ്ക്ക് എഴുതിയിട്ടുള്ള കത്ത്, അവസാനത്തെ കത്തുണ്ട്. അതൊരു കവിത പോലെ മനോഹരവും മുദ്രാവാക്യം പോലെ തീവ്രവുമായിട്ടുള്ള ഒന്നാണ്. അപ്പൊ അതിൽ ഒരു ഭാഗത്ത് ലുമുംബ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു നാൾ ചരിത്രം അതിന്റെ സത്യസന്ധമായ അഭിപ്രായം ഉറക്കെ പറയും. വാഷിംഗ്ടണിലും ഐക്യരാഷ്ട്രസഭയിലും പാരീസിലും ബ്രസൽസിലും പഠിപ്പിക്കുന്ന ചരിത്രമായിരിക്കില്ല അത്, ആഫ്രിക്കക്കാരുടെ സമരങ്ങളുടെ ചരിത്രമായിരിക്കും. ഞങ്ങളുടെ അന്തസ്സും മഹത്വവും ഉയർത്തിപ്പിടിക്കുന്ന ചരിത്രമായിരിക്കും അത് എന്നുള്ളത്. നമ്മൾ എന്തേ ആഫ്രിക്കയെ കുറിച്ച് കേട്ടില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ പഠിച്ച ചരിത്രം ആരെഴുതിയ ചരിത്രമായിരുന്നു എന്നുള്ളതാണ്. കേപ്പ് വെർദയെ കുറിച്ച് നമ്മൾ കേൾക്കാതിരുന്നത് നമ്മൾ പഠിച്ച ചരിത്രം ആരെഴുതിയ ചരിത്രമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നമല്ലാതെ, നമ്മൾ ഗ്രാംഷിയുടെ വാക്കുകൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു സമൂഹത്തിന്റെ നയിക്കുന്ന ആശയം ആ സമൂഹത്തിലെ ഭരണകൂടത്തിന്റെ ആശയമായിരിക്കും. ആർക്കാണോ ആധിപത്യം ഉള്ളത്, ആരാണോ ഒരു സമൂഹത്തെ ഭരിക്കുന്നത്, ഭരണവർഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലാണ് ആശയരംഗത്തുള്ള ഇടപെടൽ. മനുഷ്യരെങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്നു കൊണ്ടുകൂടിയിട്ടാണ് ഭരണവർഗം അതിന്റെ ആധിപത്യം
നിലനിർത്തിക്കൊണ്ടിരിക്കുക. അതിൽ മാധ്യമങ്ങളുണ്ട്, അതിൽ പാഠപുസ്തകങ്ങളുണ്ട്, അതിൽ ചരിത്ര പുസ്തകങ്ങളുണ്ട്, ഇതെല്ലാം ചേർന്നിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോ അതുകൊണ്ട് ജനങ്ങളെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താം, ഇതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ജനങ്ങളെ നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല എന്നുള്ളൊരു. പിന്നെ ലളിതയുക്തികളാണ് പല ആളുകൾക്കും ഉള്ളത്. ഇതെല്ലാം ആരെയാണ് സഹായിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഉദാഹരണത്തിന് ഈ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മാധ്യമ വരുമാനത്തിന്റെ 80% ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ കയ്യിലേക്കാണ്, 80%-ലധികം. അതായത് എന്ത് കാണണം, എന്താണ് മനുഷ്യൻ ചർച്ച ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഏത് വർഗാണ്, ഏത് കൂട്ടരാണ്? അവർ കൈകാര്യം ചെയ്യുന്ന ചരിത്രത്തിലാണ് ഈ മനുഷ്യരില്ല. അതുകൊണ്ടാണ് ഈ ചരിത്രം നമ്മൾ കേൾക്കാതിരിക്കുന്നത്, നമുക്ക് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യേണ്ടി വരുന്നത്. ഒരുപക്ഷെ എബ്രഹാം ലിങ്കണെ നമ്മൾ അറിയുന്നത് പോലെ അറിയേണ്ട ഒരാളായിരുന്നു പാട്രിസ് ലുമുമ്പ അല്ലെങ്കിൽ ക്രൂമ. എന്തുകൊണ്ടാണ് നമ്മൾ അറിയാത്തത്? അമേരിക്കയിലെ ഓരോ സ്റ്റേറ്റിന്റെയും പേര് അറിയുന്നത് പോലെ നമ്മൾ അറിയേണ്ടതാണ് ആഫ്രിക്കയിലെ ഓരോ രാജ്യവും ആ രാജ്യത്തിന്റെ ഓരോ നഗരത്തിന്റെയും ചരിത്രം. നമ്മൾ അറിഞ്ഞില്ലല്ലോ. നമ്മൾ അറിയാത്തതുകൊണ്ടാണ്, ഒരു കാര്യം കൂടി പറയാം, നമ്മൾ അറിയാത്തതുകൊണ്ടാണ് ഇപ്പം ഈ ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ആണവ ബോംബിന്റെ പ്രയോഗത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ടല്ലോ. പല യൂറോപ്യൻ രാജ്യങ്ങളും അവരുടെ ആണവ ആയുധം ആദ്യം പരീക്ഷിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ആഫ്രിക്കയാണ്. 1960-ൽ ഫ്രാൻസ് അവരുടെ ആണവായുധം ആറ്റം ബോംബ് ഉണ്ടാക്കിയ സമയത്ത് പരീക്ഷിക്കുന്നത് അൾജീരിയയുടെ ഭാഗമായിട്ടുള്ള സഹാറ മരുഭൂമിയുടെ പ്രദേശത്താണ്. അവിടുത്തെ ഒരു നഗരത്തിൽ നിന്നും 50 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു സ്ഥലത്താണ്. ഇന്നും അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ അറിയാത്തത് എന്തുകൊണ്ടാണ്? ലോകത്തിന്റെ ക്രൂരതകളിൽ നമ്മൾ പഠിച്ച ക്രൂരതകളിൽ എന്തുകൊണ്ടാണ് ഈ ക്രൂരത നമ്മൾ കേൾക്കാത്തത്? കാരണം നമ്മൾ പഠിക്കുന്ന ചരിത്രത്തിൽ, നമ്മെ പഠിപ്പിച്ച ചരിത്രത്തിൽ ഇതില്ല. ആരാണ് ആ ചരിത്രം എഴുതുന്നത്? അതുകൊണ്ട് കോങ്കോയിൽ തടവിലിരിക്കെ പാട്രിസ് ലുമുമ്പ പറഞ്ഞ ആ ചരിത്രം ആണ് ഇന്ന് ലോകകപ്പിന്റെ വേദിയിൽ കോങ്കോ കളിക്കുമ്പോൾ മറ്റേ ഗാലറിയിൽ നിന്ന് കൈ ഉയർത്തി ലുമുമ്പയെ ഓർമ്മിപ്പിക്കുന്ന മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ആ ചരിത്രം. എനിക്ക് ആ ലുമുമ്പയെ കൊന്നു കളഞ്ഞു കേട്ടോ. മറ്റൊരു കാര്യം കൂടി, ഈ ഓർമ്മകളെ എന്തൊരു പേടിയാണെന്ന് അറിയും കൂട്ടർക്ക്. കാരണം ഇവർ ആലോചിച്ചു, പാട്രിസ് ലുമുമ്പയെ കൊന്നിട്ട് 36 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ബോഡി സൾഫ്യൂരിക് ആസിഡിൽ മുക്കി ഇല്ലാണ്ടാക്കുകയാണ് ചെയ്തത്. അതായത് അത് സംസ്കരിക്കുന്ന ഇടം പോലും ഉണ്ടാകരുത് എന്നുള്ളത്. കാരണം ആ ഇടം ഒരു വലിയ സമരസ്മാരകമായിട്ട് മാറും. ഓർമ്മകൾക്ക് ഇങ്ങനെ ഒരു കരുത്തു കൂടിയുണ്ട്. പല ആളുകളുടെയും നോക്കിയാൽ മതി. ഇപ്പോ ഏണസ്റ്റോ ചെഗുവേരയെ കൊന്നതിന് ശേഷം 30 വർഷത്തോളം അദ്ദേഹത്തെ എവിടെയാണ് സംസ്കരിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവില്ലായിരുന്നു. 1996-ൽ മാത്രമാണ് അത് പുറത്തു വരുന്നത്. കാരണം എന്താ? കാരണം അവരുടെ ഓർമ്മ, അവരെ സംസ്കരിച്ച മണ്ണ് പോലും ഒരു വലിയ സമരത്തിനുള്ള ഒരു ഇന്ധനമായിട്ട് ജനങ്ങൾക്ക് മാറും. എന്തുകൊണ്ടാണ് ഭഗത് സിംഗിനെ തൂക്കിക്കൊന്നതിന് ശേഷം അദ്ദേഹത്തെ ആരും അറിയാതെ സംസ്കരിച്ചത്? ആ ഇടം ആളുകളോട് പ്രഖ്യാപിക്കാതിരുന്നത് കാരണം അതൊരു വലിയ പ്രക്ഷോഭത്തിനുള്ള കാരണമായിട്ട് മാറും. നമ്മുടെ നാട്ടിൽ കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പലയിടങ്ങളിലും പല ആളുകളെയും, കൊല്ലപ്പെട്ട ആളുകളുടെ ശവം കാണിച്ചിരുന്നില്ല. രാജൻ എവിടെ പോയി? അടിയന്തരാവസ്ഥ കാലത്ത് കൊല്ലപ്പെട്ട രാജന്റെ ശവശരീരം എന്തായാലും അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ളത് അറിയാമല്ലോ. പക്ഷെ അവർക്കറിയാം ഓർമ്മകൾ പോലും സമരങ്ങളായിട്ട് മാറും എന്നുള്ളത് അറിയാം. ആഫ്രിക്കയിലെ ഒരുപാട് നേതാക്കന്മാർ ഇങ്ങനെയുണ്ട് കേട്ടോ. ഇപ്പൊ ക്രൂമയെ അദ്ദേഹത്തെ നാട് കടത്തുകയും അദ്ദേഹത്തെ അധികാരത്തിന് പുറത്താക്കുകയൊക്കെയാണ് ചെയ്തത്. എന്നിട്ട് ഗാനയില് അദ്ദേഹത്തിന്റെ ഓർമ്മകളുള്ള എല്ലാ പുസ്തകങ്ങളും കത്തിച്ചു കളഞ്ഞു. അദ്ദേഹത്തിന്റെ ഫോട്ടോകൾ പോലും നശിപ്പിച്ചു കളഞ്ഞു. ഒരാൾ കൂടിയുണ്ട് ഇപ്പം മൊറോക്കോ ആണ് ഇപ്പം ഫുട്ബോൾ ഇതിൽ കളിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട. മൊറോക്കോയുടെ നേതാവായിരുന്നു മെഹദി ബെൻ ബർക്ക. അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയത്, പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അതായത് ഈ ചരിത്രം പഠിക്കരുത് എന്നുള്ളൊരു ഒരു കൃത്യമായ അജണ്ട ഈ ആളുകൾക്ക് ഉണ്ടായിരുന്നു എപ്പോഴും. ആരും അറിയരുത് എന്നൊരു നിർബന്ധമാണ്. കാരണം ഇത് നിലനിർത്തുന്നത് ആൾക്കാരുടെ ഉള്ളിലുള്ള കൊളോണിയൽ വിരുദ്ധ മൈൻഡ് സെറ്റ് ആണ്. അത് ഒരിക്കലും പാടില്ല എന്നുള്ളൊരു നിർബന്ധം അവർക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതില് പാട്രിസ് ലുമുമ്പയുടെ കാര്യത്തിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഞാൻ പഠിക്കാൻ ശ്രമിച്ചപ്പോ, അയാളൊരു ജനാധിപത്യപരമായി ഇലക്ഷനിലൂടെ വന്ന ഒരു നേതാവാണല്ലേ. അങ്ങനെ ഒരു ആളെയാണ് ഇവര് ജനാധിപത്യത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളിൽ പോയി ബോംബിടുന്നു എന്ന് പറയുന്ന ആൾക്കാര് ഒരു കൂ അറ്റംപ്റ്റിലൂടെ തട്ടിക്കൊണ്ടുപോവുകയും കൊലപാതകം ചെയ്യുകയും അയാളുടെ ശരീരഭാഗങ്ങൾ, പല്ല് പോലുള്ള ഭാഗങ്ങൾ ട്രോഫി ആയിട്ട്, ഇപ്പം ഈ നമ്മൾ മൃഗങ്ങളെയൊക്കെ വേട്ടയാടി അവരുടെ കൊമ്പും പല്ലും ഒക്കെ എടുത്ത് വെക്കുമല്ലോ, അതേപോലെ ട്രോഫി ആയിട്ട് വെച്ചിരുന്നു എന്നുള്ള കാര്യമാണ്. അതായിരുന്നു ഇവരുടെ ഒരു ആവേശം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഈ പറഞ്ഞ പോലെ ആഫ്രിക്കയെ കുറിച്ച് പറയുമ്പോൾ, ആഫ്രിക്കയിലെ ഈ നേതാക്കളും അതിന്റെ രാഷ്ട്രീയ മൂവ്മെന്റുകളും എല്ലാം ഈ സർവാധിപത്യത്തിലേക്കാണ് ഇവർ പോകുന്നത്. ഇവർക്കെല്ലാം അങ്ങ് സർവാധിപത്യം. ഈ ചൈനയെ നോക്കൂ, ആഫ്രിക്കയിലുള്ള ഈ സോഷ്യലിസ്റ്റ് നീക്കങ്ങളെ നോക്കൂ, ഇവരെല്ലാം സർവാധിപത്യങ്ങളിലേക്കാണ് പോകുന്നത്. ഇവരെല്ലാം സർവാധിപത്യത്തോട് പ്രിയം കാണിക്കുന്ന മനുഷ്യരാണ് എന്ന് പറയുമ്പോൾ ഈ ചരിത്രം ഇവര് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഇങ്ങനെ ജനാധിപത്യപരമായി വരാൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാരെ
ആ ജനാധിപത്യത്തിന്റെ ആ ലൂപ്പ് ഹോളുകൾ പ്രയോഗിച്ചുകൊണ്ട് അവരെ അധികാരത്തിൽ നിന്ന് താഴോട്ട് ഇറക്കുകയും അവരെ കൊന്നുകളയുകയും ചെയ്തിട്ടുള്ള ഒരു ചരിത്രം ഇവിടുത്തെ സാമ്രാജ്യത്തിനുണ്ട്, ഇവിടുത്തെ ക്യാപിറ്റലിസത്തിനുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല. ഈ ഒരു ചരിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത്തരം മനുഷ്യര് ഈ ഒരു സർവാധിപത്യപരമായിട്ടുള്ള ഈ വ്യവസ്ഥകളിലേക്ക് പോകുന്നത്. കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ യൂറോപ്യൻ ശക്തികളുടെ അട്ടിമറി ശ്രമങ്ങൾ തടയണം എന്ന് പറയുന്നൊരു ഈ കാര്യം ഉള്ളതുകൊണ്ട് അതെനിക്ക് ഭയങ്കര ഒരു സ്ട്രൈക്കിംഗ് ആയിട്ട് കാര്യമായിട്ട് തോന്നി. നിതീഷ് എനിക്കൊന്ന് ഒരു പക്ഷേ അതിനെക്കുറിച്ച് കൂടി പറയാൻ തോന്നി. അതിനകത്ത് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ കാര്യം വെച്ചാൽ ബുർക്കിന ഫാസോയുടെ കാര്യമാണ്. അതെനിക്ക് നിതീഷ് പറയാൻ വന്ന ഒരു കാര്യമായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. അവിടെ തോമസ് സങ്കാര എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. ഫ്രഞ്ച് കോളനിയാണ് ബുർക്കിന ഫാസോ എന്ന് പറയുന്നത്. അതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് തോമസ് സങ്കാര അധികാരത്തിലേക്ക് കയറുന്നത്. അദ്ദേഹത്തെ വന്നതിന് വളരെ കുറച്ച് കാലഘട്ടം കൊണ്ട് തന്നെ അവിടുത്തെ മനുഷ്യരുടെ ജീവിതം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കഴിഞ്ഞ ഒരു നേതാവാണ്. പക്ഷെ അയാളെ കൊന്നു കളഞ്ഞു. ഇത്തരം ഈ പറഞ്ഞ പോലെ കൊളോണിയൽ ഇടപെടലിലൂടെ അയാളെ കൊന്നു കളഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷം വീണ്ടും ബുർക്കിന ഫാസോ ഇപ്പം നമ്മുടെ ന്യൂസിൽ കുറച്ച് നാൾക്ക് മുമ്പ് വന്നായിരുന്നു. അവിടെ വീണ്ടും ഒരു അട്ടിമറി നടന്ന് പുതിയൊരു ഭരണകൂടം വരികയാണ്. പക്ഷെ അവിടുത്തെ ചർച്ചയാകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അധികാരത്തിൽ വന്ന ആൾക്കാർ ഒരു സർവാധിപത്യ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. ഇബ്രാഹിം ട്രവോറയുടെ നേതൃത്വത്തിലുള്ള ഒരു അതോറിറ്റേറിയൻ രാജ്യമായി അത് മാറി എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. പക്ഷെ അവർക്ക് ഒരിക്കലും തോമസ് സങ്കാരെ ഓർമ്മയുണ്ടാവില്ല എന്നുള്ളതാണ്. തോമസ് സങ്കാരയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനവും അയാളെ കൊലപാതകം ചെയ്യാൻ നടത്തിയ അറ്റംപ്റ്റുകളും ഏറ്റവും അവസാനം അയാളെ കൊന്നു കളഞ്ഞ കാര്യവും അവർ മറന്നു പോകുന്നു എന്നുള്ളതാണ്. ബുർക്കിന ഫാസോയുടെ കാര്യം കൂടി എനിക്ക് നമുക്ക് പറഞ്ഞു പോകാൻ തോന്നുന്നു. അതെ അതെ അതെ. ബുർക്കിന ഫാസോ മാത്രമല്ല, ലോകത്തിലെ പല രാഷ്ട്രങ്ങളും ഇപ്പോ തെരഞ്ഞെടുക്കപ്പെട്ടതോ തെരഞ്ഞെടുക്കപ്പെടാത്തതോ എന്നുള്ള വേർതിരിവൊന്നും അമേരിക്കൻ സാമ്രാജ്യത്വത്തെയും അവരുടെ കൂട്ടാളികളെയും സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. തിരഞ്ഞെടുക്കപ്പെട്ട ആളായിരുന്നു സാൽവദോർ അല്ലൻഡെ ചിലിയിൽ 1971 അദ്ദേഹത്തെ അട്ടിമറി നടത്തുകയും കൊന്നുകളയല്ലേ ചെയ്തിരുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ നടത്തിയിട്ടുള്ള നീക്കത്തിൽ അമേരിക്ക ഫണ്ട് ചെയ്തിട്ടുണ്ട്. അത് പുറത്തു പറഞ്ഞത് അമേരിക്കൻ US-ന്റെ അംബാസിഡർ ആയിട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ആള് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അതിന്റെ പല രേഖകളൊക്കെ പുറത്തു വരികയും ചെയ്തു. തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളായിരുന്നു നിക്കോളാസ് മദുറോ, വെനസ്വേലയുടെ പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ രാജ്യത്തു നിന്നാണ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ട് പോയി അമേരിക്കയിൽ ഇപ്പോ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത്, അദ്ദേഹത്തെയും ഭാര്യ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചോ ജനാധിപത്യമാണോ എന്നുള്ളതൊന്നും ഇക്കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള കാര്യമേ അല്ല. പാട്രിസ് ലുമുംബയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. എവിടെയൊക്കെയാണോ അമേരിക്കൻ സാമ്രാജ്യത്വവും അവരുടെ പങ്കാളികളും അവരുടെ തെമ്മാടിക്കൂട്ടവും മുന്നോട്ട് വെക്കുന്ന താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള ബദലുകൾ വരുന്നത്, ആ താല്പര്യങ്ങളുടെ മുന്നിൽ കീഴടങ്ങാത്ത ജനതയുണ്ടാകുന്നത്, അതിന്റെ നേതൃത്വം ഉണ്ടാകുന്നത്, അവരെ കൊന്നുകളയുക, അട്ടിമറി നടത്തുക എന്നുള്ളത് ഇക്കൂട്ടർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ബുർക്കിന ഫാസോ എന്നുള്ള പദം ബുർക്കിന ഫാസോ ആയിരുന്നില്ലല്ലോ ആ രാജ്യത്തിന്റെ ആദ്യത്തെ പേര്. അപ്പർ വോൾട്ട എന്നായിരുന്നു. അപ്പർ വോൾട്ട എന്നാണ് അതിന്റെ പേരുണ്ടായിരുന്നത്. അപ്പർ വോൾട്ട ആയിരുന്നു, ഫ്രാൻസിന്റെ കോളനി ആയിരുന്നു ദീർഘകാലം. അതിനുശേഷം കൊളോണിയൽ ഭരണം കഴിഞ്ഞതിന് ശേഷവും ഈ പറയുന്ന നിയോ കൊളോണിയൽ കാലഘട്ടത്തിലാണ് അത് ഉണ്ടായിരുന്നത്. അതായത് നേരിട്ടിട്ടുള്ള കോളനി അവസാനിക്കുന്നു, പക്ഷെ ആ രാജ്യത്തിന്റെ വിഭവങ്ങൾക്ക് മുകളിലും അവിടുത്തെ മാർക്കറ്റിലുമെല്ലാം ആരാണ് സ്വാധീന ശക്തി? ഇതേ കോർപ്പറേറ്റുകൾ, ഇതേ രാജ്യങ്ങളുടെ കോളനി ആയിരുന്ന രാജ്യങ്ങളിലെ താല്പര്യങ്ങൾ തന്നെയാണ് നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരുന്നത്. ഈ പറയുന്ന ഈ ബുർക്കിന ഫാസോയില് ജനിക്കുന്ന കുട്ടികൾ, പഠിക്കാൻ പോകുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും ഫ്രഞ്ച് പഠിക്കണം എന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അവിടെയുള്ള ആളുകൾക്ക് അത്തരം ഓർമ്മകൾ അവർ പലരും പങ്കുവെക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അവിടെയാണ് ആഫ്രിക്കയിലെ ഈ പറയുന്ന പല സമ്പത്തുള്ള നാടാണ് ബുർക്കിന ഫാസോ. പല മിനറൽസും വലിയ തോതിലുള്ള സ്ഥലമാണ് ബുർക്കിന ഫാസോ. അപ്പർ വോൾട്ട എന്നായിരുന്നു അതിന്റെ പേര്. അവിടെ ഈ പറയുന്നത് പോലെ അവിടെ ഒരു വിപ്ലവത്തിലൂടെയാണ് തോമസ് സങ്കാര അധികാരത്തിലേക്ക് വരുന്നത്. തോമസ് സങ്കാര ഒരു നാട്ടിൽ ജനാധിപത്യം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാനുള്ള മാനദണ്ഡം അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ എന്നുള്ളത് അല്ല. തിരഞ്ഞെടുപ്പാണ് ജനാധിപത്യം. പോളിംഗ് ബൂത്തിൽ പോകുന്നതാണ് ജനാധിപത്യം. 5-6 കൊല്ലം കൂടുമ്പോൾ ഒരിക്കൽ പോളിംഗ് ബൂത്തിൽ പോകാൻ പറ്റുന്നതാണ് ജനാധിപത്യം എന്ന് വിചാരിക്കുന്നത് തന്നെ ജനാധിപത്യത്തെ കുറിച്ചുള്ള വികലമായ ഒരു കാഴ്ചപ്പാടാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ ജനതയ്ക്ക് ആ നാടിന്റെ ജീവിതത്തിൽ പങ്കാളിത്തമുണ്ടോ എന്നുള്ളതാണ്. അതായത് എനിക്ക് കൂടി പങ്കാളിത്തമുള്ള ഒന്നാണോ ഈ നാടിന്റെ വികസനം, നാടിന്റെ മുന്നോട്ട് പോക്ക്? ഞാൻ കൂടി എണ്ണപ്പെടുന്നുണ്ടോ? എന്നെ കൂടി ഉൾക്കൊള്ളുന്ന ഒന്നാണോ എന്നുള്ളൊരു ചോദ്യമാണ്. അവസാനത്തെ മനുഷ്യനെയും അതിനെ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? ആ നാടിന്റെ വിഭവങ്ങൾ ആ നാട്ടിലെ ജനതയ്ക്ക് ഉപയോഗിക്കാനും അതിന്റെ ഫലം അനുഭവിക്കാനും പറ്റുന്ന ഒന്നായി മാറണം. അങ്ങനെ അവിടുത്തെ കൊളോണിയൽ ചങ്ങലകൾ ഇല്ലാണ്ടാക്കി മാറ്റണം. ഭൂമി ഈ പറയുന്ന ഫ്രാൻസിന്റെ കൊളോണിയൽ കമ്പനികൾക്കുള്ളതല്ല, കോർപ്പറേറ്റ് കമ്പനികൾക്കുള്ളതല്ല, ഈ നാട്ടിലെ മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ഭൂപരിഷ്കരണം നടത്തി തോമസ് സങ്കാര അവിടെ. ഈ നാട്ടിലെ മനുഷ്യർക്ക് വിദ്യാഭ്യാസം കിട്ടേണ്ടത് ഈ പറയുന്ന കോർപ്പറേറ്റുകളുടെ അല്ലെങ്കിൽ ഈ കമ്പനികളുടെ ഗുമസ്തന്മാരായി മാറാൻ വേണ്ടിയിട്ടല്ല, ആത്മാഭിമാനമുള്ള, അറിവുള്ള, ലോകത്തെ മനസ്സിലാക്കുന്ന മനുഷ്യരായി മാറാൻ വേണ്ടിയിട്ടാണ്.
എല്ലാ മനുഷ്യർക്കും സാക്ഷരത നാളെ ഒരാളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കിയിട്ടല്ല അയാൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തിട്ടൂരം അനുസരിച്ചിട്ടല്ല ഒരാൾ പഠിക്കേണ്ടത്. അയാൾക്ക് എന്താണോ പഠിക്കാൻ ആഗ്രഹമുള്ളത്, അയാളുടെ അഭിലാഷങ്ങൾ എന്താണോ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. അവിടെ സാക്ഷരതാ യജ്ഞം നടത്തി, അവിടെ പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തി, സ്ത്രീകളെ തൊഴിലിടങ്ങളിലേക്ക് കൊണ്ടുവന്നു. സ്ത്രീകളുടെ അധ്വാനത്തെ എങ്ങനെ ചൂഷണം ചെയ്തിട്ട് ലാഭം കുന്നുകൂട്ടാമെന്നല്ല നോക്കേണ്ടത്, അധ്വാനിക്കുന്ന സ്ത്രീകളെ ആദരിക്കുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി പറ്റുമോ, അവിടെയാണ് ആ നാട്ടിലെ പകുതി ജനസംഖ്യക്ക് അന്തസ്സുള്ള ജീവിതം ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇങ്ങനെയാണ് ആ നാട്ടിലെ മനുഷ്യരെ അന്തസ്സുള്ള മനുഷ്യരായിട്ട് മാറ്റുക. അതിനുശേഷമാണ് അപ്പർ വോൾട്ട എന്ന പേര് മാറ്റുന്നത്. ഓരോ നമ്മുടെ ഗ്രാമസഭകളുണ്ടല്ലോ, ഇതുപോലെയുള്ള സഭകൾ ഈ രാജ്യത്തുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ജനങ്ങൾക്ക് തീരുമാനിക്കാം എന്തൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടത്, എന്തൊക്കെയാണ് പ്രയാസങ്ങൾ, അങ്ങനെയുള്ള ജനങ്ങളുടെ പങ്കാളിത്തം അവിടെ ഉറപ്പുവരുത്താണ്. അതിന്റെ കൂടെയാണ് ആ രാജ്യത്തിന്റെ പേര് മാറ്റിയിട്ട് അപ്പർ വോൾട്ട എന്ന പേര് ബുർക്കിന ഫാസോ എന്നാക്കി മാറ്റുന്നത്. ബുർക്കിന ഫാസോ എന്ന പദത്തിന്റെ അർത്ഥം ദ ലാൻഡ് ഓഫ് അപ്രൈറ്റ് പീപ്പിൾ എന്നാണ്. ഉന്നത ശീർഷരായ മനുഷ്യരുടെ നാട്, നിവർന്നു നിൽക്കുന്ന മനുഷ്യരുടെ നാട് എന്ന് വെച്ചാൽ തമ്പ്രാൻ എന്ന് വിളിക്കില്ല, പാളയക്കഞ്ഞി കുടിക്കില്ല എന്ന് വിളിച്ചത് ഞങ്ങൾ നിവർന്നു നിൽക്കും എന്ന് പറഞ്ഞാണ്. ഞങ്ങൾ തമ്പ്രാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുനിഞ്ഞ് നിങ്ങളുടെ മുന്നിൽ നിൽക്കില്ല. ഇത് സോഷ്യലിസത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ്. എന്താണ് സോഷ്യലിസം എന്ന ചോദ്യത്തിന്റെ ഉത്തരം നിവർന്നു നിൽക്കുന്ന മനുഷ്യരുടെ നാടിനെ നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തോമസ് സങ്കാരയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഖാവായിട്ട് ഫിഡൽ കാസ്ട്രോ മാറുന്നത്. അതുകൊണ്ടാണ് തോമസ് സങ്കാര ഏറ്റവും പ്രചോദിപ്പിക്കുന്ന ആളായിട്ട് ചെഗുവേര മാറുന്നത്. കാരണം ലോകത്ത് മനുഷ്യർ അടിമകളായിട്ട് ജീവിക്കേണ്ട ആളല്ല എന്നുള്ളത്. ഇങ്ങനെ ഒരു മനുഷ്യൻ ലോകത്തെ കൊള്ളയടിക്കുന്ന, ലോകത്തെ മനുഷ്യരെ അടിമകളാക്കാൻ നോക്കുന്ന, കടത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി നോക്കുന്ന, തങ്ങളുടെ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ലോകം വെട്ടിപ്പിടിക്കാൻ നോക്കുന്ന രാഷ്ട്രങ്ങൾക്ക് വെല്ലുവിളിയായിരിക്കില്ലേ? അതുകൊണ്ടാണ് കൊന്നുകളഞ്ഞത്. അതുകൊണ്ടാണ് തോമസ് സങ്കാരിയെ കൊന്നുകളഞ്ഞത്. അതുകൊണ്ടാണ് പാട്രിസ് ലുമുംബയെ കൊന്നുകളഞ്ഞത്. അതുകൊണ്ടാണ് മെഹദി ബെൻ ബർക്ക എന്ന് പറയുന്ന മൊറോക്കൻ സോഷ്യലിസ്റ്റ് വിപ്ലവകാരിയെ കൊന്നുകളഞ്ഞത്. അതുകൊണ്ടാണ് അലൻഡയെ കൊന്നത്. അതുകൊണ്ടാണ് ഫിഡൽ കാസ്ട്രോയെ കൊല്ലാൻ 600-ലധികം തവണ പഠിച്ച പണി 18 പയറ്റി നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് സാമ്രാജ്യത്വത്തിന്റെ മുന്നിൽ ജനാധിപത്യമൊന്നുമില്ല. ജനാധിപത്യമാണോ അല്ലയോ എന്നുള്ളതൊന്നും അവരുടെ ഒരു വിഷയമേ അല്ല. തങ്ങളുടെ ഇംഗിതത്തിന് മുന്നിൽ കീഴ്പ്പെട്ട് നിൽക്കാൻ തയ്യാറാണോ എന്നുള്ളത് മാത്രമാണ്. അവരാഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് രാഷ്ട്രീയപരമായിട്ട് ഇടപെടാൻ പറ്റുന്ന ഒരു സാഹചര്യം ആ രാജ്യത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത്. ഇപ്പോൾ തോമസ് സങ്കാര ഒരു തീരുമാനം എടുക്കുകയാണ്, ഈ സാമ്രാജ്യത്തിന്റെ ഒരു കാൻഡിഡേറ്റിന്, അവരുടെ ഈ പോളിസികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു കാൻഡിഡേറ്റിന് ഇതിനകത്ത് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യം അവിടുത്തെ ഈ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയ മൂവ്മെന്റ് ഒരുക്കി കൊടുക്കുകയായിരുന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിനകത്ത് യാതൊരു പ്രശ്നമില്ല. അവരെ ഫണ്ട് ചെയ്ത് അധികാരത്തിൽ കൊണ്ടുവന്ന് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകും. അത് തടയാനായിട്ട്, അത്തരത്തിലുള്ള ഒരു ശ്രമം തടയാനായിട്ടുള്ള മെക്കാനിസംസ് അവിടെ കൊണ്ടുവരുന്നു എന്നൊക്കെ ഉള്ളതാണ് യഥാർത്ഥത്തിൽ ഇവരെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാര്യം വെച്ച് കഴിഞ്ഞാല് ഏറ്റവും ക്രൂരമായിട്ടുള്ള സർവാധിപതികളെ ഫണ്ട് ചെയ്ത് അധികാരത്തിൽ കൊണ്ടുവരാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഇവരുടെ സാമ്രാജ്യ താല്പര്യത്തിന് വേണ്ടി നിൽക്കുമ്പോ ഇതിന് എതിരെ ഒരു രാഷ്ട്രം നിൽക്കുന്നു, അവിടുത്തെ മനുഷ്യരെ നിൽക്കുന്നു, ജനങ്ങളെ നിൽക്കുന്നു എന്ന് പറഞ്ഞൊരു ഘട്ടത്തിലാണ് ഇവർക്ക് അതിനെതിരെ ഒരു വികാരം ഉണ്ടാകുന്നത്. ഇപ്പൊ ബുർക്കിന ഫാസോയിൽ തന്നെ ഈ ഇടയ്ക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് ആംസ് കൊടുക്കുകയാണ്, തോക്കുകൾ കൊടുക്കുകയാണ്, വെപ്പൺസ് ഉപയോഗിക്കാനായിട്ട് പഠിപ്പിക്കുകയാണ്, അവരെ ശക്തരാക്കുകയാണ്. ഇനി നാളെ ഈ രാജ്യം കീഴടക്കാനായിട്ട് പരിശ്രമം നടന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് തിരിച്ചു പൊരുതാൻ വേണ്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു നിങ്ങൾ ഈ പറയുന്ന പോലെ എല്ലാരെയും അടിച്ചമർത്തി വാഴുന്ന ഒരു സർവാധിപതി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കി, അവിടുത്തെ ജനങ്ങളെ സിമ്പിളായിട്ട് അവിടുത്തെ നേതാവിനെ വെടിവെച്ച് കൊള്ളത്തില്ല. അങ്ങനെ ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ജനപിന്തുണയോടെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ മൂവ്മെന്റ് ആണ് അവിടെ ഉള്ളത് എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള മൂവ്മെന്റുകൾ, സാമ്രാജ്യത്വ വിരുദ്ധ മൂവ്മെന്റുകൾ ജനപിന്തുണയോടുകൂടിയേ സക്സസ്ഫുൾ ആയി നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഇടയ്ക്കാണെന്ന് തോന്നുന്നു ഞാനൊരു വാർത്ത കണ്ടത്, അവിടെ ഇബ്രാഹിം ട്രവോറെ അസാസിനേറ്റ് ചെയ്യാനായിട്ട് എന്തോ ഒരു ശ്രമം ഫ്രാൻസിന്റെ ഏജൻസികൾ നടത്തിയെന്നും അത് അറിഞ്ഞ ഉടനെ അവിടെ ജനങ്ങളെല്ലാം തോക്ക് കൊടുത്ത് തെരുവിലേക്ക് ഇറങ്ങി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. സോ അതിനെക്കുറിച്ച് ഈ ഒരു പ്രധാനപ്പെട്ട മിത്തുകളിലൊന്നാണ് ഇവിടെ സോഷ്യലിസം എങ്ങനെയാ നിലനിൽക്കുക. സോഷ്യലിസം നിലനിൽക്കുന്ന ആളുകൾ അടിച്ചമർത്തിയിട്ടാണ്, ആളുകളുടെ ഇംഗിതങ്ങളെ, തെരഞ്ഞെടുപ്പുകളെ ഇല്ലാണ്ടാക്കിയിട്ടാണ്, ആളുകൾ ഇങ്ങനെ ഇരുമ്പ് മറയിൽ ആളുകളെ പിടിച്ചിട്ടിട്ടാണ് എന്നുള്ള വലിയ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശുദ്ധ അസംബന്ധമാണിത്. ലോകത്ത് എവിടെയെല്ലാം സോഷ്യലിസം വന്നിട്ടുണ്ടോ, എവിടെയെല്ലാം സോഷ്യലിസ്റ്റ് പ്രൊജക്ടുകൾ ഉണ്ടായിട്ടുണ്ടോ, എവിടെയെല്ലാം സോഷ്യലിസ്റ്റുകൾ ആ നാടിന് നേതൃത്വം നൽകിയിട്ടുണ്ടോ, ഓരോ നാടും എടുത്ത് നോക്കോ, അവിടെയെല്ലാം നമുക്കൊരു പ്രക്രിയ കാണാൻ വേണ്ടി പറ്റും. ചൈനയിൽ, ക്യൂബയിൽ, ബുർക്കിന ഫാസോയിൽ, ഓരോ സ്ഥലങ്ങളും എടുത്തു നോക്കുക, ഇവിടെ എല്ലാം നടന്നിട്ടുള്ള പ്രക്രിയ ആദ്യം ചെയ്തിട്ടുള്ളത് സാക്ഷരതാ യജ്ഞമായിരിക്കും. ലിറ്ററസി, ആളുകളിൽ വിദ്യ. ക്യൂബയിൽ നടന്ന അതാണ് ആദ്യം ചെയ്ത ആദ്യ കാര്യങ്ങളിലൊന്ന്. കാരണം അവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും നിരക്ഷരായിരുന്നു. അവിടെ ഈ പറയുന്ന വിദ്യാഭ്യാസമുള്ള സാക്ഷരരായിട്ടുള്ള ആളുകളെ ഗാർഡുകളാക്കി തിരിച്ചിട്ട് മുഴുവൻ ഗ്രാമങ്ങളിലേക്കും അവിടുത്തെ ഏറ്റവും ഇന്റീരിയർ ആയിട്ടുള്ള മേഖലകളിലേക്കൊക്കെ അയക്കുകയാണ് ചെയ്തത്. ചൈനയിൽ അതാണ് ചെയ്തിരുന്നത്.
ആളുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിച്ചു, ആളുകൾ എഴുത്തും വായനയും അറിയുന്ന ആളുകളായിട്ട് ആളുകളെ മാറ്റിത്തീർത്തു. പ്രത്യേകിച്ച് കർഷകരും തൊഴിലാളികളുമായിട്ടുള്ള മനുഷ്യരെ, ഭൂപരിഷ്കരണം നടത്തിയ ആളുകൾക്ക് ഭൂമിയുടെ അവകാശികളായിട്ട് ആളുകളെ മാറ്റിത്തീർത്തു. നാടിന്റെ സമ്പത്ത് ദേശസാൽക്കരിച്ചു. അവിടുത്തെ ഈ പറയുന്ന വിദേശ കുത്തകകളെ, സ്വകാര്യ കമ്പനികളെ അവരുടെ നിയന്ത്രണത്തിൽ ഉള്ള ഒന്നല്ലാതെയാക്കിയിട്ട് അവിടുത്തെ വിഭവങ്ങൾ മാറ്റി. എന്ന് വെച്ചാൽ ജനങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടല്ല സോഷ്യലിസം കെട്ടിപ്പടുക്കപ്പെടുന്നത്, മറിച്ച് ജനങ്ങളെ ഉയർത്തിക്കൊണ്ടാണ്, ജനങ്ങളെ നിവർന്നു നിൽക്കാൻ വേണ്ടി കരുത്തുള്ളവരാക്കിക്കൊണ്ടാണ്. കേരളത്തിൽ എന്താണ് നടന്നത്? കേരളത്തിൽ സോഷ്യലിസം കെട്ടിപ്പടുക്കാനുള്ള ശ്രമമൊന്നല്ല നടന്നിരുന്നത്. പക്ഷെ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്ന സമയത്ത് ചെയ്തത് ഈ പരിമിതി, കാരണം ഇന്ത്യ രാജ്യത്തിന്റെ ഒരു ചെറിയൊരു സംസ്ഥാനം മാത്രമാണ് കേരളം. ആദ്യം ചെയ്തത് എന്താ? ആദ്യം ചെയ്തത് മനുഷ്യരെ കുടിയിറക്കി വിടരുത് എന്നാണ് പറഞ്ഞത്. 5-ാമത്തെ ദിവസമാണ് ആ നിയമം കൊണ്ടുവരുന്നത്. കാരണം ജനിച്ച മണ്ണിൽ, ജീവിക്കുന്ന മണ്ണിൽ അവരെ അതുവരെ കുടിയിറക്കി വിടാൻ വേണ്ടി പറ്റുമായിരുന്നു. ഭൂമിയില്ലാത്ത ആളുകളാണ്. ഭൂമി നിൽക്കാനൊരു സ്ഥലം വേണ്ടേ? മനുഷ്യന് നിവർന്നു നിൽക്കണമെങ്കിൽ നിൽക്കാനൊരു ഇടം വേണ്ടേ? അതൊരു പുതിയ സമൂഹത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് അവിടെ ഉണ്ടാക്കുന്നത്. അതിനുശേഷം വിദ്യാഭ്യാസം സൗജന്യമാക്കിയിട്ട് മാറ്റുകയാണ്. ഇത് ലോകത്തെല്ലായിടത്തും പുതിയ മനുഷ്യരെ നിർമ്മിച്ചെടുക്കാനുള്ള പ്രക്രിയ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഓരോ ഇടങ്ങളിൽ. അതുകൊണ്ട് ആ ജനതയുടെ ബോധ്യത്തെ ഉയർത്തിക്കൊണ്ടാണ്, അവരെ വിപ്ലവകാരികളാക്കി മാറ്റിക്കൊണ്ടാണ് ഈ ഇടങ്ങളെല്ലാം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഫിഡൽ കാസ്ട്രോട് ഒരിക്കൽ ചോദിക്കുന്നത്, ഒരു മാധ്യമ പ്രവർത്തക, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ അമേരിക്കയോട് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുന്നത്? കാരണം ഇതെന്തൊരു ഭീകരന്മാരാ, ലോകത്തെ എത്ര രാഷ്ട്രങ്ങളെ നശിപ്പിച്ചവരാ, എത്ര ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നവരാ, വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും എത്ര രാഷ്ട്രങ്ങളിൽ എത്ര ആളുകളെയാണ് ഈ ഭീകരന്മാർ കൊന്നുകളയുന്നത്, എത്ര രാഷ്ട്രങ്ങളെയാണ് ശിഥിലമാക്കി കളഞ്ഞത്. പക്ഷെ ക്യൂബക്ക് എങ്ങനെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഫിഡൽ പറയുന്ന മറുപടി, ഞങ്ങളുടെ ആയുധപ്പുരകളുടെ ശേഷി കൊണ്ട് എന്നല്ല പറയുന്നത്. ഫിഡൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഞങ്ങൾക്കൊരു ജനതയുണ്ട്, ആശയങ്ങളാൽ ആയുധവൽക്കരിക്കപ്പെട്ട ജനത, അവരുടെ ഐക്യം. ഇതൊരു വിപ്ലവ പ്രവർത്തനമാണ്. ആ ജനങ്ങളെ നിരന്തരം ആശയങ്ങളാൽ ആയുധവൽക്കരിക്കപ്പെട്ടവരാക്കിയിട്ട് മാറ്റുക, അവരെ ബോധ്യമുള്ളവരാക്കിയിട്ട് മാറ്റുക, അവരെ ലോകത്തിന്റെ ശരിതെറ്റുകൾ തിരിച്ചറിയാൻ ശേഷിയുള്ളവരാക്കിയിട്ട്, എന്താണ് പ്രൊപ്പഗാൻഡ, എന്താണ് വസ്തുത എന്ന് തിരിച്ചറിയാൻ പറ്റുന്നവരാക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ഈ ഇടങ്ങളെല്ലാത്തെ ജനങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം കാണാൻ വേണ്ടി പറ്റും, അവർ സാർവദേശീയരായിട്ടുള്ള മനുഷ്യരായി. അവർ അങ്ങനെ ഒരു പുതിയ മനുഷ്യരെ നിർമ്മിച്ചെടുക്കുകയാണ് ലോകത്തെ ഓരോ വിപ്ലവകാരികളും ചെയ്തിട്ടുള്ളത്. ചൈനയിൽ അതാണ് നടന്നത്, വിയറ്റ്നാമിൽ ആ മനുഷ്യരില്ലെങ്കിൽ വിയറ്റ്നാമിൽ ഈ പറയുന്ന 2 പതിറ്റാണ്ട് നീണ്ടിട്ടുള്ള ക്രൂരമായ അമേരിക്കയുടെ യുദ്ധത്തെ ചെറുത്ത് നിന്നിട്ട് വിജയികളായി മാറാൻ വിയറ്റ്നാമിലെ മനുഷ്യർക്ക് പറ്റുമോ? എത്ര മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്? എന്നിട്ടും അവർ പിടിച്ചു നിന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, 20 കൊല്ലം ഒരു യുദ്ധം നീണ്ടു നിൽക്കുക, 20 കൊല്ലം. എന്നിട്ടും അവിടുത്തെ ദരിദ്രരായ കർഷകരായ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ കീഴടങ്ങാതെ പൊരുതുക, ഈ ബങ്കറുകൾ ഉണ്ടാക്കിയിട്ട്, ചെറിയ കുഴികൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മാസങ്ങളോളം കഴിയുക. എന്നിട്ടും ഇച്ഛാശക്തി നഷ്ടപ്പെടാതെ പൊരുതുക. പ്രിയപ്പെട്ടവർ മരിച്ചു വീഴുമ്പോഴും അവർ ഈ ബോധം ജനങ്ങളിൽ എങ്ങനെയാണ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്? അത് മുതലാളിത്തത്തിന് സങ്കല്പിക്കാൻ വേണ്ടി പറ്റാത്ത ഒന്നാണ്. അത് വലതുപക്ഷ രാഷ്ട്രീയത്തിന് സങ്കല്പിക്കാൻ വേണ്ടി പറ്റാത്ത ഒന്നാണ് ഈ ഒരു കരുത്തുള്ള മനുഷ്യരെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അത് അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അമേരിക്കയിൽ ഇത്തരത്തിലുള്ള ബോധമുള്ള വിപ്ലവകാരികളായിട്ടുള്ള മനുഷ്യർ, അമേരിക്കൻ ഭരണകൂടത്തോട് പൊരുതിയിട്ടുള്ള ആളുകൾ ഉണ്ട്. അതുകൊണ്ട് ലോകത്തെ ഈ വിപ്ലവകാരികൾക്ക് മാർക്കിടാൻ വലതുപക്ഷത്തിന് പറ്റില്ല. പണം കൊടുത്ത് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങുന്നത് പോലെ വാങ്ങാൻ പറ്റുന്ന മനുഷ്യരല്ല ഇത്. ഗസൻ കനഫാനി പലസ്തീന്റെ വലിയ വിമോചന പോരാളിയാണ്. അദ്ദേഹം കൊല്ലപ്പെട്ട നോക്ക്, ഈ ലോകത്തെ ജീവിക്കാൻ സുന്ദരമാക്കി എത്ര മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്, എത്ര ആളുകളെ കൊന്നുകളഞ്ഞു. ഗസൻ കനഫാനിയാണ്, കവിയാണ്, എഴുത്തുകാരനാണ്, അദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ ഇപ്പോ വിപ്ലവകാരിയായിട്ടുള്ള ഗസൻ കനഫാനി നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹമാണ് ഒരു കവിതയിൽ എഴുതിയത്, ഞാൻ ആഗ്രഹിച്ചു പോകുന്നു ഈ കുഞ്ഞുങ്ങൾ മേഘങ്ങളായിട്ട് മുകളിലേക്ക് പോവുകയായിരുന്നെങ്കിൽ, മാലാഖ കുഞ്ഞുങ്ങളായിരുന്നെങ്കിൽ, ഈ യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് അതിനുശേഷം അവർ തിരിച്ചു വരുമായിരുന്നല്ലോ. അപ്പൊ അവരോട് ഞങ്ങൾ ചോദിക്കും, നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമായിരുന്നു. ഞങ്ങൾ മേഘങ്ങളുടെ കൂടെ കളിക്കുകയായിരുന്നു എന്ന് അവര് പറയുമായിരുന്നല്ലോ എന്ന് എഴുതിയ ഗസൻ കനഫാനി. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലോകത്തുള്ള എന്തിനേയും കൊള്ളയടിക്കാം, ലോകത്തുള്ള എന്തിനേയും വിലക്ക് വാങ്ങാം, ഒന്നിനെ ഒഴികെ ഒരു കോസിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന മനുഷ്യരുടെ ഇച്ഛാശക്തിയെ ഒഴികെ മറ്റെന്തിനേയും നിങ്ങൾക്ക് കൊള്ളയടിക്കാൻ വേണ്ടി പറ്റും. ആ ഇച്ഛാശക്തിയുള്ള മനുഷ്യരെയാണ് നമ്മൾ ഈ പറയുന്ന വിപ്ലവങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെ വിലക്ക് വാങ്ങാൻ വേണ്ടി പറ്റില്ല, കാരണം അവർ ജീവിതത്തിൽ അതുകൊണ്ടാണല്ലോ പാട്രിസ് ലുമുംബയിലേക്ക് വീണ്ടും വരാം. ലുമുംബ തന്റെ അവസാനത്തെ കത്തിൽ ഭാര്യയ്ക്ക് എഴുതുന്ന കാര്യം ഇങ്ങനെയാണ്: ഞാൻ ഒരു കരുണക്ക് വേണ്ടിയിട്ട് ഞാൻ യാചിക്കുകയില്ല, ഉജ്ജ്വലമായിട്ടുള്ള ഈ മൂല്യങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയില്ല. ഈ നാടിന്റെ അന്തസ്സിനും ജീവിതത്തിനും മഹത്വത്തിനും വേണ്ടിയിട്ട് മരിക്കുന്നതാണ് എനിക്ക് ആനന്ദം എന്ന് എഴുതിയ ആളാണ് പാട്രിസ് ലുമുംബ. എണസ്റ്റോ ചെഗുവേരയെ കൊല്ലാൻ വേണ്ടി ഉത്തരവായിട്ട് അവരുടെ പട്ടാളക്കാരൻ വന്ന് തോക്കു ചൂണ്ടി നിൽക്കുമ്പോ
ചെഗുവേര ജീവന് വേണ്ടി യാചിക്കുകയല്ല ചെയ്തത്. ചെഗുവേര പറഞ്ഞത് എന്നെ കൊല്ലൂ, ഭീരുവായിട്ടുള്ള മനുഷ്യ, അങ്ങനെയാണ് പറയുന്നത്. എന്റെ നേരെ വെടിയുതിർത്തോളൂ, ഭീരു, നീ കൊല്ലാൻ പോകുന്നത് ഒരു മനുഷ്യനെ മാത്രമാണ് എന്നായിരുന്നു പറഞ്ഞത്. കാരണം ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്ന അദ്ദേഹത്തിന് അറിയായിരുന്നു ഈ പോരാട്ടം പടരുന്നു. അതുകൊണ്ടാണല്ലോ ഈ ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലാൻ ഉള്ള കഴുമരത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഭഗത് സിംഗിന്റെ വധിക്കപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്താനുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഓഫീസർ മുന്നിൽ നിൽക്കുക. അദ്ദേഹത്തെ നോക്കിയിട്ട് ഭഗത് സിംഗ് പറയുന്ന വാചകം, നിങ്ങൾ എന്ത് ഭാഗ്യം ചെയ്ത മനുഷ്യനാണ് ഓഫീസറെ എന്നാണ്. കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഴുമരമേറാൻ വേണ്ടി പോകുന്നത് അഭിമാനബോധത്തോടെ എന്ന് കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉയരുന്നു എന്നൊക്കെ ആളുകൾ പാട്ടുപാടുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നില്ലേ. അത് ഇതുകൊണ്ടാണ്. കാരണം മനുഷ്യൻ നിലനിൽക്കുന്നത് ഒരു ആശയത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അവരെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. അതെ അതെ, ഇത് എനിക്ക് ഈ പാട്രിസ് ലുമുമ്പോയുടെ ഒരു മറ്റേ സംവാദത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ബെൽജിയത്തിന്റെ ഒരു നേതാവുമായിട്ടുള്ള, അത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ ഇടയ്ക്ക് ഇമ്മാനുവൽ മക്രോണും ബുർക്കിന ഫാസോന്റെ ഒരു റെപ്രസെന്റേറ്റീവും തമ്മിലുള്ള ഒരു ന്യൂസ് പ്രസ് കോൺഫറൻസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ. അതില് മക്രോൺ അടിച്ച കുറെ ഡയലോഗുകളുണ്ട്. അത് കേട്ടിട്ട് ബുർക്കിന ഫാസോയുടെ റെപ്രസെന്റേറ്റീവ് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. അതിപ്പോ ഇയാള് മക്രോൺ ഇപ്പൊ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ബുർക്കിന ഫാസോ എന്ന് പറയുന്നത് പ്രശ്നമാണ്, അവര് മോശക്കാരാണ്, അവർക്ക് അതറിയില്ല ഇതറിയില്ല എന്നുള്ള കാര്യം നിരന്തരം അവരെ സ്ലാൻഡർ ചെയ്തോണ്ടിരിക്കുകയാണ്. സാമ്രാജ്യത്തിന്റെ ഒരു മുഖം ഇതുവരെയായിട്ടും ഒട്ടും മാറിയിട്ടില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവര് ആ പഴയ മനുഷ്യർ തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ ജനങ്ങളുടെ ഇടയിൽ അവർക്കൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നമ്മളാണ് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, നമ്മൾ സ്ത്രീ പുരോഗമനത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഞാൻ ഈ പറഞ്ഞൊരു സാധനം തന്നെയാണ്. അതൊരു ഈ ആശയ തലത്തിൽ മുതലാളിത്തത്തിനുള്ള ഒരു അവർക്കുള്ള മേൽക്കൈയാണ്. ലോകത്ത് നമ്മൾ കാണുന്ന സിനിമകൾ കാണുന്ന OTT പ്ലാറ്റ്ഫോമുകൾ ആരാ നിയന്ത്രിക്കുന്നത്? എവിടെയുള്ളതാ? നമ്മൾ ഉപയോഗിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ, ആ സാമൂഹ്യ മാധ്യമങ്ങൾ ഓരോന്നും, ഫേസ്ബുക്ക് ആകട്ടെ, അല്ലെങ്കിൽ വാട്സപ്പ് ആകട്ടെ, ഇൻസ്റ്റഗ്രാം ആകട്ടെ, ഏതോ ആകട്ടെ, യൂട്യൂബ് ആകട്ടെ, ഇതെല്ലാം എവിടെയുള്ളതാണ്? ആര് നിയന്ത്രിക്കുന്നതാണ്? ഇതിന്റെ അൽഗോരിതം ആര് തീരുമാനിക്കുന്നതാണ്? പലസ്തീൻ എന്നുള്ള ഒരു വിഷയം വെച്ച് ഒരാൾ ഒരു പോസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ആ പോസ്റ്റ് പലപ്പോഴും ആളുകളിലേക്ക് എത്തുന്നില്ല. ആ വാക്ക്, പലസ്തീൻ എന്ന വാക്കുണ്ടെങ്കിൽ ആ പോസ്റ്റ് ആളുകളിലേക്ക് എത്തിച്ചേരാത്ത അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചർച്ച ചെയ്യണം? ലോകത്തിലെ മാധ്യമങ്ങളുടെ ബഹുഭൂരിപക്ഷവും ഈ പറയുന്ന ചെറിയ കോർപ്പറേറ്റുകളുടെ കയ്യിലാണുള്ളത്. ലോകത്തെ മീഡിയ വരുമാനത്തിന്റെ 39% അമേരിക്കൻ കമ്പനികൾക്കാണ്. 39%. 5% ജനങ്ങൾ ജീവിക്കുന്ന നാടാണ് അമേരിക്ക. എങ്ങനെയാണ് അത് ലോകത്തെ മുഴുവൻ മാധ്യമ വരുമാനത്തിന് 39% അവരിലേക്ക് എത്തുന്നത്? മാധ്യമങ്ങൾ, OTT പ്ലാറ്റ്ഫോമുകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ ഇതാരാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? ആരുടെ വാർത്തയായിട്ട് മാറുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോ ഈ ലോകകപ്പ് എന്തൊരു വിവേചനത്തോടു കൂടിയിട്ടാണ് ഈ ലോകകപ്പ് ആരംഭിച്ചത് എന്നുള്ളത് തന്നെ ആലോചിച്ചു നോക്കും. ഒമർ അർത്താൻ എന്ന് പറയുന്ന ഒരു റഫറിക്ക് ഈ മത്സരം നിയന്ത്രിക്കേണ്ട ആളായിരുന്നു. ഒമർ അർത്താൻ ലോകകപ്പ് മത്സരം നിയന്ത്രിക്കേണ്ട ഫിഫ റഫറിമാരിൽ ഒരാളായിരുന്നല്ലോ. അദ്ദേഹത്തിന് ലോകകപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. എന്താ കാരണം? അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അദ്ദേഹം സൊമാലിയക്കാരനാണ്. അപ്പൊ സൊമാലിയ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ കഴിഞ്ഞ 4 അമേരിക്കൻ പ്രസിഡന്റുമാരും ബോംബിടാൻ ഓർഡർ ചെയ്ത 100 കണക്കിന് ആളുകളെ കൊന്ന സ്ഥലമാണ് സൊമാലിയ. എന്നും കൊന്നുകളിയാണ്. അതിൽ ബുഷ് ഉണ്ട്, അതിൽ ഒബാമയുണ്ട്, അത് ആരാ ഒബാമ? ലോക സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടിയിട്ടുള്ള ആളാണ്. സൊമാലിയിലെ മനുഷ്യരെ കൊന്നുകളഞ്ഞത്. അതിൽ ട്രംപ് ഉണ്ട്, ബൈഡൻ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത് വാർത്തയായിട്ട് ലോകം അറിയാതിരുന്നത്? അമേരിക്ക ഈ ക്രൂരത അവിടുത്തെ സിവിലിയൻസിനെയാണ് കൊന്നുകളയുന്നത്, തീവ്രവാദ വേട്ടയുടെ പേര് പറഞ്ഞിട്ട്. ഇതാണ് നടക്കുന്നത്. ഈ അമേരിക്കയിലേക്ക് ലോകകപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്ന 44 രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് അമേരിക്കയിലേക്ക് പോകാൻ വിസയുടെ ആവശ്യമില്ല. 44 രാജ്യങ്ങളിലുള്ള ആളുകൾ. ഇപ്പം അറിയാലോ, നമ്മുടെയൊക്കെ നാട്ടിലുള്ള ആളുകൾക്ക് അമേരിക്കൻ വിസ കിട്ടാൻ എത്രത്തോളം കാത്തിരിക്കണം എന്നുള്ളൊരു ഇത് ഒരുപക്ഷെ അനുഭവം ഉണ്ടാവുമല്ലോ. ആളുകൾ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വർഷങ്ങളോളാണ് ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരുന്നത്. പല ആളുകളുടെയും വിസ റിജക്ട് ചെയ്യാം. 44 രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് അമേരിക്കയിലേക്ക് പോകാൻ വിസ വേണ്ട. കാരണം അത് അതിലെ ഭൂരിപക്ഷം രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളാണ്. അവർക്ക് ആകെ ഒരു ഇലക്ട്രോണിക് ഓതറൈസേഷൻ മാത്രം മതി, വളരെ എളുപ്പത്തിൽ അത് ലഭിക്കും. യൂറോപ്യന്മാർക്ക് പുറമെ ഉള്ളത് ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങളാണ്. പിന്നെ ജപ്പാനും ദക്ഷിണ കൊറിയയൊക്കെ പോലെയുള്ള അമേരിക്കയായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന രാഷ്ട്രങ്ങൾ ആണ് ഉള്ളത്. ഒറ്റ ആഫ്രിക്കൻ രാജ്യം പോലും ഇല്ല. ആഫ്രിക്കൻ രാജ്യത്തുള്ള ഇന്ന് നമ്മൾ ഈ ഗാലറിയിൽ വന്നു നിൽക്കുന്ന മനുഷ്യരെ കാണുന്നുണ്ടല്ലോ, അവിടെ ആർത്തട്ടഹസിക്കുന്ന, കണ്ണീര് ഒഴുക്കുന്ന മനുഷ്യർ പരാജയപ്പെടുന്ന സമയത്ത് ആ മനുഷ്യരെല്ലാം വലിയ തുക നൽകിയിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. പലർക്കും വരാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഒരു ഗോളിയുടെ വിസിഞ്ഞോയുടെ കേബോദയുടെ ഗോളിയാണ് പറഞ്ഞത് ആദ്യ കളി കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് അമ്മക്ക് വരാൻ വേണ്ടി പറ്റാതിരുന്ന കാരണം വലിയ തുകയായിരുന്നു എന്നുള്ളൊരു സാധനം. എന്നാൽ അമേരിക്കക്കാർക്ക് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലേക്കും പോകാൻ വിസ വേണ്ട. പല രാജ്യങ്ങളിലേക്കും പോകാൻ അവർക്ക് വിസ വേണ്ട. പലയിടങ്ങളിലും ഈ പറയുന്ന വളരെ എളുപ്പത്തിൽ അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.
അമേരിക്കയുടെ 29 സൈനിക കേന്ദ്രങ്ങളുണ്ട് ആഫ്രിക്കയിൽ. 29 സൈനിക കേന്ദ്രങ്ങൾ. എന്തിനാ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ആഫ്രിക്കയിൽ സ്ഥാപിക്കുന്നത്? 29 സൈനിക കേന്ദ്രങ്ങൾ. ലോകത്തെമ്പാടും 900-ലധികം സൈനിക കേന്ദ്രമുള്ള രാജ്യമാണ് അമേരിക്ക. എന്ന് വെച്ചാൽ ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലും അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഉണ്ട്. ഇത് സമാധാനത്തിന് വെല്ലുവിളിയല്ലേ? ഇത് ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് വെല്ലുവിളിയല്ലേ? ഇതെന്തുകൊണ്ടാണ് ഒരു ഭീഷണിയായി മാറാത്തത്? ആണവായുധം നിർമ്മിക്കുന്നു എന്ന ആരോപണം പറഞ്ഞിട്ടാണ് ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പോയത് അല്ലെ? അവരാണ് ലോകം മുഴുവൻ തങ്ങളുടെ സൈന്യത്തെ നിറച്ചിരിക്കുന്നത്. ആണവായുധം അതെ, ആണവായുധം നേരിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരേ ഒരു രാജ്യം അമേരിക്കയാണ്. പക്ഷെ ആണവായുധം പ്രയോഗിച്ച ചില രാജ്യങ്ങളുണ്ടല്ലോ. അമേരിക്കയുടെ തന്നെ മറ്റൊരു അമേരിക്ക നാഗസാക്കിയിലും ഹിരോഷിമയിലും ആണവായുധം പ്രയോഗിക്കുന്നതിന് മുമ്പ് അമേരിക്കയിൽ തന്നെയുള്ള ഒരു സ്ഥലത്താണ് ഇതിന്റെ പരീക്ഷണം നടത്തുന്നത്. അവിടുത്തെ ഏറ്റവും പിന്നോക്ക ജനങ്ങൾ ജീവിക്കുന്ന, തദ്ദേശീയരൊക്കെ ആയിട്ടുള്ള ജനങ്ങൾ ജീവിക്കുന്ന ഒരു പ്രദേശത്തോട് ചേർന്നിട്ട് ആയിരുന്നു. അത് പുറത്ത് വന്നിട്ടില്ല കാര്യമായിട്ട്. ഈ ക്രൂരതകളെല്ലാം അവർക്ക് നടത്താം. ഇതെല്ലാം അവർക്ക് ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങളുടെ പേര്, മനുഷ്യാവകാശത്തിന്റെ പേരിൽ സ്കൂൾ കുട്ടികളെ ബോംബിട്ട് കൊല്ലുന്ന ഏതെങ്കിലും ഒരു അനുഭവത്തെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമോ? മനുഷ്യാവകാശത്തിന്റെ പേരിലാണ് അത്ര ഇറാനിലെ സ്കൂൾ കുഞ്ഞുങ്ങളെ ബോംബിട്ട് കൊന്നുകളഞ്ഞത്. പലസ്തീനിൽ 20,000-ലധികം കുഞ്ഞുങ്ങളാണ് പലസ്തീനിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ മാത്രം. 5000 കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സ് തികഞ്ഞിരുന്നില്ല. മനുഷ്യാവകാശം സംരക്ഷിക്കുന്നവർ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന ഇവരാണ് മനുഷ്യാവകാശം സംരക്ഷിക്കുന്ന ആളുകൾ. സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി ബോംബിട്ട് കുട്ടികളെ കൊല്ലുക, ഇതൊക്കെയാണ് അവരുടെ ഒരു എന്റർടൈൻമെന്റ്. ഐ മീൻ ഇത് ഈ പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് ഏറ്റവും അവസാനം എൻഗീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇത്രയധികം ഒരു പ്രൊപ്പഗണ്ട നമ്മളെ ഈ പറയുന്ന ഒരു ലോകത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റി ചിന്തിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രൊപ്പഗണ്ട ഉള്ള ഒരു നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലുള്ള മനുഷ്യരുടെ ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കണം. അവരെ എത്രത്തോളം ഈ പറഞ്ഞ പ്രൊപ്പഗണ്ട ഉപയോഗിച്ച് അവരുടെ ചിന്താഗതി മാറ്റാനായിട്ടുള്ള പരിശ്രമം അവർ നടത്തുന്നുണ്ടാവും എന്നുള്ളത്. പക്ഷെ എന്നിട്ട് പോലും ഈ രാജ്യങ്ങളെല്ലാം ശക്തമായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവിടെ ആ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ മൂവ്മെന്റിന് വളരെ കൃത്യമായിട്ടുള്ള വേരോട്ടമുണ്ട് എന്നുള്ളത് തന്നെയാണ്. നല്ല ജനപിന്തുണ ഉള്ളത് കൊണ്ടാണ് അവർക്ക് അത് നിലനിൽക്കാൻ പറ്റുന്നത്. പലപ്പോഴും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത്, ഒരു വ്യക്തി ഇബ്രാഹിം ട്രവോറെ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ ആ നേതാവിന്റെ കീഴിൽ ഈ രാജ്യം മൊത്തം ഇങ്ങനെ നിലനിൽക്കുകയാണ്. അയാൾക്ക് കീഴ്പ്പെട്ടാണ് ഈ രാജ്യം മൊത്തം നിലനിൽക്കുന്നത്. അയാളാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇപ്പൊ സ്റ്റാലിന്റെ കാര്യത്തിലാണ് ആദ്യമായിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാലിൻ എന്ന് പറഞ്ഞ ഒറ്റ നേതാവുണ്ട്, അയാളുടെ കീഴിൽ രാഷ്ട്രം മൊത്തം ഇങ്ങനെ നിലനിൽക്കുകയാണ്. അവിടുത്തെ മനുഷ്യരെല്ലാം ഈ നേതാവിനെ പേടിച്ച് ജീവിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ഇമേജാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് മൂവ്മെന്റിന് യഥാർത്ഥത്തിൽ നിലനിൽക്കാൻ കഴിയില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ജനങ്ങളുടെ ഇടയിൽ കൃത്യമായിട്ടുള്ള വേരോട്ടം ഇല്ലെങ്കിൽ ഇത്രയധികം പിന്തുണയോടുകൂടി ഒരു മൂവ്മെന്റിനും നിലനിൽക്കാൻ പറ്റത്തില്ല. അത് സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈ രാജ്യങ്ങളിലെല്ലാം ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് തോന്നുന്നു അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അത് സത്യമാണ് ആ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ഇപ്പോ ബുർക്കിന ഫാസോയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ബുർക്കിന ഫാസോയുടെ എല്ലാ പ്രദേശത്തും കമ്മിറ്റീസ് ഇൻ ഡിഫൻസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്ന വിപ്ലവത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സമിതികൾ ഉണ്ടാക്കിയിരുന്നു തോമസ് സങ്കാര. അവിടുത്തെ ജനങ്ങളാണ് അതിന്റെ ഓരോ സ്ഥലത്തെയും അതിലെ അംഗങ്ങൾ. അത് ക്യൂബൻ മാതൃകയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്യൂബയിൽ അത് അങ്ങനെയുണ്ട്. കാരണം ഇവിടെ എല്ലാം ഉള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് പരമാവധി ജനങ്ങൾ ആ രാഷ്ട്രത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുക. അന്ന് വരെ ഒരു തീരുമാനങ്ങളിലും ഒരു പദ്ധതികളിലും ഒന്നും ഒരു സ്ഥാനവും ഇല്ലാതിരുന്ന എത്രയോ മനുഷ്യർ, അവിടുത്തെ തൊഴിലാളികളായ കർഷക തൊഴിലാളികളായിട്ടുള്ള, ഇവിടുത്തെ കൃഷിക്കാരായ, ദരിദ്രരായിട്ടുള്ള വലിയ ശതമാനം മനുഷ്യർ, ആ മനുഷ്യർക്കൊരു വിസിബിലിറ്റി വരുന്നത് ഈ പ്രക്രിയയുടെ തുടർച്ചയിലാണ്. അത് ആളുകൾ കരുതുന്നവരെ എപ്പോഴും ഈ മുകളിൽ നിന്ന് ഒന്ന് തീരുമാനിക്കുക, താഴത്തേക്ക് കെട്ടിയിറക്കപ്പെടുകയും ചെയ്യുന്ന ഒന്നല്ല. അങ്ങനെ ഒരു വിപ്ലവത്തിന് നിലനിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിന് പകരം താഴേക്കടയിലുള്ള മനുഷ്യർ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അത് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ വിയറ്റ്നാമിന്റെ കാര്യം പറഞ്ഞല്ലോ. വിയറ്റ്നാമിൽ ഏതെങ്കിലും 1-2 അല്ലെങ്കിൽ ഒരു കൂട്ടം നേതാക്കന്മാരോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ വിയറ്റ്നാമിന് അമേരിക്കൻ യുദ്ധത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി പറ്റില്ലായിരുന്നു. 20 വർഷത്തെ യുദ്ധത്തെ പരാജയപ്പെടുത്താൻ പറ്റിയത് അവിടുത്തെ ജനങ്ങൾ അതിന് തയ്യാറായി മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ ജനങ്ങളെ അടിച്ചമർത്തിയിട്ടുള്ളവരാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെങ്കിൽ ഈ യുദ്ധത്തിന്റെ മുഖത്ത് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയല്ലേ അമേരിക്കയല്ലേ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്? അവരുടെ കൂടെ നിന്നാൽ പോരെ? ലോകത്തെ ഏത് രാജ്യമാണ് അമേരിക്ക ആക്രമിച്ചിട്ട് അവിടുത്തെ ജനങ്ങൾ അവരുടെ കൂടെ നിന്നിട്ടുള്ളത്? എന്തുകൊണ്ടാണ് നിൽക്കാത്തത്? ക്യൂബയിലെ ജനങ്ങൾ നിൽക്കും. ഇന്ന് ക്യൂബയിൽ ആകെയുള്ളത് കേരളത്തിൽ ഉള്ള ജനങ്ങളുടെ 1/3 മാത്രമേ ഉള്ളത്.
ആ ജനങ്ങൾ, അതിലെ പകുതി ആളുകൾ, അത് വേണ്ട, അതിലെ 10% ആളുകൾ അമേരിക്കക്ക് മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിക്കഴിഞ്ഞാൽ അവിടെ സോഷ്യലിസത്തിന് സോഷ്യലിസ്റ്റ് നേതൃത്വത്തിന് അവിടെ നിലനിൽക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല, പറ്റില്ല. എന്താ പറ്റാത്ത? അമേരിക്കക്കല്ലേ ഏറ്റവും വലിയ ആയുധശേഷി ഒക്കെ ഉള്ളത്. അവിടെ അത് പറ്റാത്തത് എന്തുകൊണ്ടാണ്? കാരണം അവിടുത്തെ ജനങ്ങൾ ഈ കെടുതികൾ എല്ലാം അനുഭവിക്കുമ്പോൾ, കാരണം ഉപരോധത്തിന്റെ എല്ലാ വേദനകളും അവരനുഭവിക്കുകയാണ്. വലിയ വലിയ യുദ്ധസമാനമാണ് ഉപരോധം എന്ന് പറയുന്നത്. അപ്പോഴും അവരെങ്ങനെയാണ് അചഞ്ചലമായിട്ട് ഈ പറയുന്ന സാമ്രാജ്യത്വത്തിന് മുന്നിൽ കീഴടങ്ങാതെ നിൽക്കുന്നത്? കാരണം അവിടുത്തെ ജനങ്ങൾ സംഘടിതരാണ്. അവിടുത്തെ വളരെ അവിടുത്തെ ഓരോ അവിടുത്തെ സ്ത്രീകളുടെ സംഘടന, അവിടുത്തെ തൊഴിലാളികളുടെ സംഘടന, അവിടുത്തെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ സംഘടന, ഇവരെല്ലാം നിരന്തരം രാഷ്ട്രീയം സംസാരിക്കുകയും ലോകത്തെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നിയമനിർമ്മാണം എടുക്കുക. ക്യൂബയിൽ എങ്ങനെയാ നിയമനിർമ്മാണം നടക്കുക? ക്യൂബയിൽ നിയമനിർമ്മാണം നടക്കുക അവിടെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടായാൽ, ഒരു കരട് തയ്യാറാക്കിയാൽ ഏത് നിയമത്തിൻ്റെതാണെങ്കിലും ആ കരട് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യും. രാജ്യത്തിന്റെ ഓരോ പ്രദേശത്തും പ്രത്യേകമായിട്ടുള്ള യോഗങ്ങൾ വിളിച്ചു കൂട്ടും. എന്നിട്ട് ജനങ്ങളിൽ നിന്ന് അമെന്മെന്റുകൾ, ജനങ്ങളുടെ മുന്നിൽ അത് അവതരിപ്പിക്കുകയും ജനങ്ങളിൽ നിന്ന് അമെന്മെന്റ് സ്വീകരിക്കുകയും ചെയ്യും. ജനങ്ങൾക്ക് ആ അമെന്മെന്റുകൾ പരിശോധിക്കും. അതിനുശേഷം കരടിൽ മാറ്റം വരുത്തി പുതിയ കരട് വീണ്ടും ജനങ്ങളിലേക്ക് എത്തും. വീണ്ടും ജനങ്ങൾ അത് ചർച്ച ചെയ്തിട്ട് അവർക്കുള്ള നിർദ്ദേശങ്ങൾ, മാറ്റങ്ങൾ അവർ നിർദ്ദേശിക്കും. ഇങ്ങനെ ഒരു 1-2 തവണ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഫൈനൽ ആയിട്ടുള്ളത് നിയമം ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുക. ആ നിയമവും അവിടെ നടപ്പിലാക്കപ്പെടണമെങ്കിൽ അവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് അതിനെ പാസ്സാക്കിയാൽ മാത്രമേ അത് നടപ്പിലാക്കപ്പെടുകയുള്ളൂ. ക്യൂബൻ പാർലമെന്റിലേക്ക് ഒരാൾക്ക് തെരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ ഉണ്ടാകണം. ഓരോ പ്രദേശത്തു നിന്നും എവിടെ നിന്നാണോ തെരഞ്ഞെടുക്കപ്പെടുന്നത് ആ പാർലമെന്റിനകത്ത് നമുക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും കാണാൻ വേണ്ടി പറ്റും. തൊഴിലാളികളെ, കർഷകരെ, വിദ്യാർത്ഥികളുടെ പ്രതിനിധിയെ, ഇങ്ങനെ സമൂഹത്തിന്റെ നാനാ വിഭാഗത്തിലുള്ള ആളുകളെയും ഒരു യഥാർത്ഥത്തിൽ ഒരു സൊസൈറ്റി അത് റിഫ്ലക്ട് ചെയ്യാം. നിങ്ങൾക്ക് അമേരിക്കൻ വയലിൽ കോർപ്പറേറ്റുകളെ മാത്രമേ കാണാൻ വേണ്ടി പറ്റുകയുള്ളൂ. അത് ഡെമോക്രാറ്റിക് ആണെങ്കിലും റിപ്പബ്ലിക് ആണെങ്കിലും ഒക്കെ നിങ്ങൾ നിങ്ങൾക്ക് മില്യൺ കണക്കിന് ഡോളർ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ഏതാ ജനാധിപത്യം? ഏതാ ഇതിൽ ജനാധിപത്യം എന്നുള്ളൊരു ചോദ്യമില്ലേ? ജനങ്ങൾ ഇതിന്റെ ഭാഗമാകുന്നു. ജനങ്ങളല്ല, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കും. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോഷ്യലിസത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു ലോകത്തിൽ എല്ലായിടത്തും എന്നുള്ളതാണ് പ്രചരിപ്പിക്കുന്ന ഒരു പ്രൊപ്പഗാൻഡ അല്ലെ? ജനങ്ങൾ തള്ളിക്കളഞ്ഞാണ്, ജനങ്ങൾക്ക് അവിടെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെറ്റ്. ജനങ്ങൾക്ക് എല്ലാ ആനന്ദവും എല്ലാ മനുഷ്യർക്കും ലഭിക്കണം എന്നുള്ളതാണ് സോഷ്യലിസം പറയുന്നത്. എല്ലാ ആനന്ദവും ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗത്തിന് മാത്രം അനുഭവിക്കേണ്ടതല്ല. എല്ലാ മനുഷ്യർക്കും എല്ലാ ആനന്ദങ്ങളും അവർക്ക് ലഭിക്കും. അത് കായികമാകട്ടെ, അത് വിദ്യാഭ്യാസമാകട്ടെ, അത് കലയാകട്ടെ, മനുഷ്യർക്ക് എല്ലാ ആനന്ദത്തോടും കൂടിയും ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റണമെന്ന് അതിനുള്ളൊരു സമരമാണ് ഓരോ ഇടത്തും നടക്കുന്നത്. അത് ഓരോ സ്ഥലത്തും അങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന നിരന്തരം ഈ പറയുന്ന സാമ്രാജ്യത്വത്തിന്റെ പുറത്തു നിന്നുള്ള നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങള്, ഉപരോധങ്ങള്, അവരുടെ അട്ടിമറി ശ്രമങ്ങള്, ആശയപ്രചരണങ്ങള്, പ്രൊപ്പഗാൻഡ, ഇതിനെല്ലാം നേരിട്ട് കൊണ്ടുകൂടിയാണ് ഇത് ബഹിഷ്കരണങ്ങൾ, ഇതൊക്കെ നേരിട്ട് കൊണ്ടുകൂടിയാണ് ഈ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് കൂടി നമ്മൾ കാണണം. എന്നിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. അപ്പൊ ആളുകൾ പറയും ലോകത്ത് ജനങ്ങൾ തള്ളിക്കളഞ്ഞത് കൊണ്ടല്ല സോഷ്യലിസം പലയിടങ്ങളിലും ഉണ്ടായിരുന്ന വലിയ മുന്നേറ്റങ്ങൾ ഇല്ലാതായി പോയത്, മറിച്ച് അതിനെ കൂട്ടക്കൊല ചെയ്തത്. ലോകത്തെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തെ കൂട്ടക്കൊല ചെയ്യാനാണ് സാമ്രാജ്യത്വം പലപ്പോഴും ശ്രമിച്ചത്. ഇന്തോനേഷ്യ, ഞാൻ പറഞ്ഞില്ല, ഇന്തോനേഷ്യ ഏഷ്യയിൽ ഏറ്റവും ശക്തമായ വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊന്നായിരുന്നു ഇന്തോനേഷ്യ. ആ ഇന്തോനേഷ്യയിൽ അട്ടിമറി നടത്തിയിട്ട് 1 മില്യൺ ആളുകളെയാണ് കൊന്നുകളഞ്ഞത്. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും, ആഫ്രിക്കയിൽ ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ പതാക ഉയർത്തിയിരുന്ന, അത് പ്രചരിപ്പിച്ചിരുന്ന പല ആളുകളെയും അട്ടിമറി നടത്തി അവിടെ നിന്നും നാട് കടത്തിയോ കൊല്ലുകയോ ആണ് ചെയ്തിരുന്നത്. അലണ്ടയെ കൊല്ലുകയാണ് ചെയ്തിരുന്നത്. പലയിടങ്ങളിൽ അട്ടിമറി നടത്തുകയാണ്. ഹോണ്ടുറാസില്, ഗ്വാട്ടിമാലയിൽ, ഘാനയില്, കോങ്കോയിൽ, അതുപോലെ തന്നെ ചിലിയിൽ, ഇന്തോനേഷ്യയിൽ, ബ്രസീലിൽ. ഇന്ന് ഇടതുപക്ഷമാണ് ബ്രസീലിലുള്ളത്. അതേ ബ്രസീലിൽ 1964 അവിടുത്തെ ഇടതുപക്ഷത്തെ മുഴുവൻ കൂട്ടക്കൊല ചെയ്തത്. വിയറ്റ്നാമിലെ ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് കൊന്നൊടുക്കി കളഞ്ഞത്. ഈ വംശഹത്യകളെ, കൂട്ടക്കൊലകളെ, ഈ പ്രൊപ്പഗാൻഡകളെ എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇന്നും ലോകത്ത് സോഷ്യലിസം നിലനിൽക്കുന്നത്. അതിന്റെ അർത്ഥം ഈ പറയുന്ന ലോകം കൊള്ളയടിച്ച ലോക ഭീകരന്മാർ എത്രയെല്ലാം ശ്രമിച്ചാലും ലോകത്ത് സോഷ്യലിസത്തിന്റെ രാഷ്ട്രീയം ഏതൊക്കെയോ തരത്തിൽ അത് ബാക്കിയാകും. പൊരുതുന്ന മനുഷ്യർ ബാക്കിയാകും. അവരുടെ രാഷ്ട്രീയത്തിൽ സോഷ്യലിസവും ബാക്കിയാകും. അതെ, ശരിയാണ്. യെസ്, അതെ, ഈ ഒരു പോയിന്റ് നമുക്ക് അവസാനിപ്പിക്കാം. അതെ. അപ്പൊ